ഇങ്ങനെ? എന്തായിരിക്കും ഇതിന്റെ കാരണങ്ങൾ? ഇത്തരത്തില് ഒരുപാട് ചോദ്യങ്ങള് നമ്മള് ചോദിക്കും. ദിസ് ഈസ് അതർവൈസ് വി കോൾ റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ സയന്റിഫിക് റിസർച്ച് മെത്തഡോളജിയിലേക്ക് നമുക്ക് പോകുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ നമുക്കൊരു തിയറി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് നോളജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ദർ മേ ബി എ നോളജ് ഗ്യാപ്പ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതെന്തുകൊണ്ടാണ് അങ്ങനെ, അത് എങ്ങനെയാണ് അത് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ്, ആ കാരണങ്ങൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം. ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ റിസർച്ചർ ചോദിക്കും. ദിസ് ഈസ് അതർവൈസ് വി കോൾ റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു തിയറി, ആ തിയറിയെ കുറിച്ച് നമുക്ക് സംശയം തോന്നുന്നു, ആ സംശയത്തിന് നമ്മൾ കുറേ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ചോദ്യങ്ങളെ നമ്മൾ എന്ത് പറയുന്നു? റിസർച്ച് ക്വസ്റ്റ്യൻസ്. ദെൻ ഈ റിസർച്ച് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേറൊരു തരത്തിൽ നമുക്ക് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞു തിസിസ്, ആന്റി തിസിസ്. ആന്റി തിസിസില് അതായത് ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ, ആ സൊല്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ അപ്ലിക്കേഷൻ അവിടെ ഫലിക്കുന്നില്ല. അപ്പോൾ അതെന്തുകൊണ്ട്? ഇനിയിപ്പോ എന്താണ് ഇവിടെ വേറെ അപ്ലൈ ചെയ്യാൻ പറ്റുക? ഓക്കെ, ദാറ്റ് വി ആർ തിങ്കിങ്, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്തു, ഇതായിരിക്കുമോ ആ പ്രോബ്ലത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള കാരണം എന്ന് പരിശോധിക്കുന്നു. then that will that lead us to what? Hypothesis. അപ്പൊ കുറേ കാരണങ്ങളുണ്ട് ഇതിന്. ഒരു ഉദാഹരണം ഞാൻ ഇന്നലെ പറഞ്ഞു എന്ന് തോന്നുന്നു. എനിഹൗ ഐ ഷാൽ റിപ്പീറ്റ്. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് നമ്മുടെ പഠിപ്പിക്കുന്നതൊക്കെ കേട്ടിരിക്കുന്നു. ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയുന്നു. പക്ഷേ മാർക്ക് മേടിക്കുന്നുണ്ട്, പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പുറത്തുള്ള സംസാരം എന്താണ്? ആ കുട്ടികൾക്കൊന്നും തന്നെ ടീച്ചറെ ഇഷ്ടമല്ല. വൈ? എന്തായിരിക്കും? ടീച്ചർ തന്നെത്താൻ ചോദിക്കുന്നത്, എന്തായിരിക്കും എൻ്റെ കുട്ടികൾക്ക് എന്നെ ഇഷ്ടമില്ലാത്തത്? അപ്പൊ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിൽ ചില ചോദ്യങ്ങൾ എന്തായിരിക്കും അതിന്റെ കാരണം? അപ്പം നിങ്ങൾ കുറേ കാരണങ്ങൾ നിരത്തി. ഒരുപക്ഷെ എൻ്റെ ക്ലാസ് മുറിയിലുള്ള എൻ്റെ മാനറിസം അതവർക്ക് ഇഷ്ടാവില്ലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അപ്രോച്ച്, അല്ലെങ്കിൽ എൻ്റെ ലാംഗ്വേജ്, അതല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കുറിച്ചിട്ട് കുട്ടികളോട് മോശമായിട്ട് സംസാരിക്കണുണ്ടോ? എന്താ കുട്ടികൾ ഇങ്ങനെ പെരുമാറുന്നത്? അപ്പൊ ഒരു പ്രോബ്ലത്തിന്റെ നിരവധിയായിട്ടുള്ള കാരണങ്ങളെ നമ്മൾ അനലൈസ് ചെയ്തു. ഈ അനലൈസ് ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ പെരുമാറ്റം കുട്ടികളോട് സംസാരിക്കുന്ന രീതിയിൽ കുറച്ച് കടുപ്പിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഈ കടുപ്പിച്ച് സംസാരിക്കുന്നത് യൂസ് ഓഫ് ദാറ്റ് ഹരാസിങ് ലാംഗ്വേജസ് ഓർ അഡമന്റ് ലാംഗ്വേജസ്, ഇതാണ് യൂസ് ഓഫ് ലാംഗ്വേജ് ആയിരിക്കും, അതായിരിക്കാം കാരണം. അപ്പൊ നമ്മൾ ലോജിക്കലി ചിന്തിച്ചു നോക്കിയപ്പോൾ അതായിരിക്കും കാരണം കേട്ടോ. ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നത് രീതി ശരിയല്ല, അതിലെന്തൊക്കെയോ കുറച്ച് അപകടമുണ്ട് എന്നൊരു തോന്നൽ. പക്ഷെ ഉറപ്പില്ല നമുക്ക്. അപ്പൊ നമ്മുടെ ഒരു നിഗമനമാണ്, ഈ പല കാരണങ്ങളിൽ ഈ ഒരു കാരണമായിരിക്കാം എന്നൊരു നിഗമനം. ഈ നിഗമനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. അപ്പൊ നമ്മൾ റിസർച്ച് ഹൈപ്പോത്തിസിസ് ഇട്ടു. എന്താണ്? എന്താണ്? ഇഫക്റ്റീവ് അല്ലാത്ത കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അതാണ് കാരണം എന്ന് നമ്മൾ ഹൈപ്പോത്തിസിസ് ചെയ്യുന്നു. അപ്പൊ ഈ ഹൈപ്പോത്തിസിസ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇമ്പാക്ട്, അതായത് കുട്ടികളുടെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിന് കാരണം ടീച്ചറുടെ സംഭാഷണത്തിലല്ലേ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലുള്ള കുഴപ്പമാണ്. അപ്പം അവിടെ രണ്ട് വേരിയബിൾസ് വന്നിട്ടുണ്ടെന്നറിയാം അല്ലേ? ഇവിടെ രണ്ട് വേരിയബിൾ എന്തൊക്കെയാണ്? ഒന്ന് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡിന് കാരണമാകുന്ന ഒരു വേരിയബിൾ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ചാനൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഈ രണ്ട് വേരിയബിളിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഇത് തന്നെയാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ കുട്ടികളോട് നമ്മുടെ രീതിയൊക്കെ ഒന്ന് മാറ്റി കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തിലോടും വളരെ സൗമ്യത്തോടും വളരെ സൗരഭ്യത്തോടും കൂടിയിട്ടുള്ള പദങ്ങളും ഭാഷകളും ഒക്കെ ഉപയോഗിച്ചിട്ട് പെരുമാറാൻ തുടങ്ങി. Then we are observing the change. Say, അപ്പം I think you got an hypothesis and how we are going to test, right? ഇനി നമുക്കിത് ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നിരവധി പ്രൊസീജിയേഴ്സ് നമുക്ക് സയന്റിഫിക് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യാം. ആ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് റിസർച്ച് 2 തരത്തിൽ, പ്രധാനമായിട്ട് 2 ടൈപ്പ് റിസർച്ച് പറഞ്ഞു. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ഉണ്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ചും ഉണ്ട്. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ഞാൻ പറഞ്ഞു, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ദത്തങ്ങളെ, ഡാറ്റയെ ക്വാണ്ടിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് നടത്തുക. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി. അപ്പൊ ഈ 2 വേരിയബിളും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പ് അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രോബബിലിറ്റി ആണ് പരിശോധിക്കുന്നത്. ഈ പ്രോബബിലിറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരത്തിൽ, അതായത് ഒന്ന് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് നമ്മളൊക്കെ ബി എഡിനൊക്കെ പഠിക്കുന്ന സമയത്ത് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മെഷർമെന്റ് ആൻഡ് ഇവാലുവേഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മീന്, മോഡ്, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡിവിഷൻ. ഇത് ബേസിക് ആണ്. കാരണം ഇത് വെച്ചുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിനകത്തേക്ക് പോകാൻ പറ്റുക. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇത് അതിൽ ഡിഫറൻസ് ആണെന്നുണ്ടെങ്കിൽ ടി ടെസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷെഫേഴ്സ് ടെസ്റ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അനോവ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അൻകോവ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചൈ സ്ക്വയർ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്സൽ ട്രീറ്റ്മെൻറ്റ് ടെസ്റ്റിംഗ് ടൂൾസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഹൈപ്പോത്തിസിസിനെ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പറയും, ഇത് ശരിയാണോ തെറ്റാണോ, നമ്മുടെ ഹൈപ്പോത്തിസിസ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മൾ പറയും. ഇതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ. ഓക്കെ, അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദർ ഈസ് ആൻ എക്സ്പീരിയൻസ്ഡ് പ്രോബ്ലം. ഓക്കെ, ഈ പ്രോബ്ലത്തിന് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, ഇന്നതാണ് പ്രോബ്ലം എന്ന്. ആ പ്രോബ്ലത്തിന്റെ കാരണങ്ങളായിട്ടുള്ള നിരവധി കാര്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ലോജിക്കലി നമ്മൾ ഇതായിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. ഹൈപ്പോത്തിസിസ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് ഫോർമുലേറ്റ് ചെയ്യുന്നു. ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു ടൂളും അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സും നമ്മൾ ഉറപ്പിക്കണം. റൈറ്റ്, ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ദ റിസർച്ചർ കണ്ടക്ട് ദ സ്റ്റഡി. ഇപ്പം നമ്മളൊരു സ്ട്രക്ചർ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ റിസർച്ചിനകത്തേക്ക് നമ്മുടെ ഡിസൈൻ എന്തായിരിക്കണം, അത് എക്സ്പെരിമെൻ്റൽ ആയിരിക്കണമോ, അതോ കോറിലേഷണൽ സ്റ്റഡി ആയിരിക്കണോ, അതോ ആക്ഷൻ റിസർച്ച് ആണോ, അതോ കേസ് സ്റ്റഡി. അപ്പോൾ അതിലേത് വേണം, അതായത് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യണം, ഡിസൈൻ ഉണ്ടാക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ വെണ്ടക്കായും വഴുതനങ്ങയും സാമ്പാർ കൂടിയും മേടിച്ചാൽ ചിക്കൻ ബിരിയാണി ആവില്ല, അപ്പോൾ സാമ്പാറേ ഉണ്ടാവുള്ളൂ. അപ്പം അതുപോലെ എന്താണോ നമ്മുടെ നേച്ചർ ഓഫ് ദ പ്രോബ്ലം അതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഡിസൈൻ ഉണ്ടാക്കി ആ ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ ഗോയിങ് ടു കളക്ട് ദ ഡാറ്റ. ഈ ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെൻ്റ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നു. ആ ടെസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഐദർ വി റിജക്ട് ഓർ ആക്സെപ്റ്റ് ദ ഹൈപ്പോത്തിസിസ് ഇഫ് ഇറ്റ് ഇൻ ദ കേസ് ഓഫ് നൾ ഹൈപ്പോത്തിസിസ്. എന്താണ് ഡിഫറെൻ്റ് ഹൈപ്പോത്തിസിസ് എന്നുള്ളത് ഞാൻ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഒരു സ്ട്രക്ചർ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ പ്രോബ്ലം, അല്ലെങ്കിൽ
എ തിയറി ആർ എ ഫിനോമിനൻ ദാറ്റ് എക്സിസ്റ്റ്. നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു തിയറിയോ അല്ലെങ്കിൽ ഒരു ഫിനോമിനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമോ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് എന്താണ്? ഇപ്പോ ഇത് ക്ലാസ്സിൽ ടീച്ചറുടെ ക്ലാസ്സിൽ കുട്ടികൾ വലിയ പ്രശ്നമാണ്. എന്താണ് പ്രശ്നം? ഓക്കെ, അവിടെ ഒരു പ്രശ്നം ഉണ്ട് എന്നാണ് ടീച്ചർ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. എ പ്രോബ്ലം എക്സിസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണോ? നിങ്ങൾ ക്ലാസ്സിൽ പോകണു. ക്ലാസ്സിൽ പോയിട്ട് കുട്ടികൾ ചോദിക്കുന്നു, എന്താ ഇവിടെ പ്രശ്നം മക്കളെ, എന്താ കുട്ടികളെ നിങ്ങൾ ആകെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ മറ്റു കുട്ടികൾ പറഞ്ഞു, ടീച്ചറെ ഈ മറ്റേ ഇത് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് ഇല്ലാത്ത സമയത്ത് കച്ചറ ഉണ്ടാക്കുന്നു, പുസ്തകം വലിച്ചു കയറുന്നു അല്ലേ. അപ്പോൾ ഇൻഡിസിപ്ലിൻഡ് ആക്ഷൻസ് ഓഫ് ദ ബാക്ക് ബെഞ്ചേഴ്സ്, ദിസ് ഇസ് ദ പ്രോബ്ലം ദാറ്റ് യു ഐഡന്റിഫൈഡ്. ഞാൻ ഇതൊക്കെ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞത് മാത്രം. ഓക്കെ, അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി, ആ പ്രോബ്ലം എന്താണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ. ഇനി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാരണങ്ങളായി ഈ പ്രോബ്ലത്തിന് എന്താ കാരണം. അപ്പൊ കുട്ടികൾക്ക് അതില് ക്ലാസ്സിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സായിരിക്കാം, അല്ലെങ്കിൽ പഠന വൈമുഖ്യമായിരിക്കാം, അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ആയിരിക്കാം, നിരവധി കാരണങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ഏതെങ്കിലും ഒരു ലോജിക്കലായിട്ടുള്ള ഒരു കാര്യം, അതായത് വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സാണ്, ദ സ്ട്രെസ് ഫ്രം ദ ഹോം ഈസ് ദ റീസൺ എന്ന് നിങ്ങൾ അങ്ങോട്ട് ഒരു നിഗമനം നടത്തി. ദിസ് ഇസ് കോൾഡ് ഹൈപ്പോത്തിസിസ്. ഇനി എന്ത് വേണം? ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഈ ഹൈപ്പോത്തിസിസിലെ വേരിയബിൾസ്, റിസർച്ച് സ്റ്റഡിയിലെ വേരിയബിൾസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരു ഡിസൈൻ രൂപപ്പെടുത്തുക. അത് ഞാൻ ഇനി വരും ക്ലാസ്സിൽ പറഞ്ഞുതരും. ദെൻ ബേസ്ഡ് ഓൺ ദ ഡിസൈൻ ദാറ്റ് യു ഹാവ് ഡെവലപ്ഡ്, ഈ വേരിയബിൾസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഒന്നുകിൽ റിസർച്ച് ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വി വിൽ എക്സ്പ്ലെയിൻ ദ നേച്ചർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം. ഓക്കെ, അപ്പം ഒരു തിയറി നമ്മൾ ഹൈപ്പോത്തിസിസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് തിയറി ഈസ് കൺഫേംഡ്. ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഫാമിലി സ്ട്രെസ് അല്ല ഈ കുട്ടികളുടെ ഈ പ്രശ്നത്തിന് കാരണം എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാമിലി സ്ട്രെസ് ആൻഡ് ഇൻഡിസിപ്ലിൻഡ് ആക്ട് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പോൾ റിജക്റ്റ് ചെയ്തു, നമ്മുടെ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിന് കാരണം കണ്ടെത്തിയോ? അപ്പോൾ എന്ത് ചെയ്യണം? you have to modify the original hypothesis. വേറെ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യണം. വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനനുസരിച്ചിട്ടുള്ള ടൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് ആ തിയറി ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും അത് മോഡിഫൈ ചെയ്തു. So this is in general what a scientific method of research, right? I think I requested you to have some ideas on these particular aspects by going through the material that you have received from the IGNOU. ഇഗ്നോന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടാവും. മെറ്റീരിയൽസ് വെച്ചിട്ട് അതൊന്ന് വായിച്ചു നോക്കിയിട്ടൊക്കെ വരണമെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ? സർ, എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത് ഹൈപ്പോത്തസിസും നൾ ഹൈപ്പോത്തസിസിന്റെ ഒരു ഇത് വന്നപ്പോഴാണ് എനിക്ക് സംശയം വന്നത്. നൾ ഹൈപ്പോത്തസിസിന്റെ കോൺട്രഡിക്ടറി ആണ്. അപ്പൊ ഏത് സമയത്താണ് നമ്മൾ ആ നൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ സംശയം സർ. ഓക്കെ ഓക്കെ
അപ്പം നീലിമയുടെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാല് ഹൈപ്പോത്തിസിസ് നൾ ഹൈപ്പോത്തിസിസ് ഇതിനെ കുറിച്ചിട്ടാണ് സംശയം. നമ്മൾ അതിനെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്, അവിടെ നമ്മളത് പഠിക്കും. ഓക്കെ, ഇപ്പൊ Okay, ഞാൻ sir. ജനറൽ ആയിട്ട് പറഞ്ഞതും, പക്ഷെ സംശയം അപ്പൊ തന്നെ ദൂരീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ നിർബന്ധ ബുദ്ധി. Thank you, sir. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോജിക്കലായ ഒരു അസംഷൻ മാത്രമാണ്. ഓക്കെ, ആ അസംഷൻ നമ്മൾ ഓരോ സ്റ്റഡിക്കകത്ത് 2 വേരിയബിൾസ് ഉണ്ടാവും. അപ്പം ചോദ്യം എല്ലാ റിസർച്ചിലും അങ്ങനെയാണോ? അല്ല. നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ മാത്രമാണ് ഇപ്പോൾ ഈ വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നുകിൽ കോറിലേഷൻ സ്റ്റഡി അല്ലെങ്കിൽ എംപിരിക്കൽ സ്റ്റഡി നടത്തുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം പരിശോധിക്കുന്നത്. അതായത് കുട്ടികളുടെ ഇൻഡിസിപ്ലിൻഡ് ആക്ടിന് കാരണം അധ്യാപകന്റെ മോശമായ ഭാഷണ രീതിയാണ്. ഓക്കെ, ഇത് ഒരു നിഗമനം മാത്രമാണ്, ഹൈപ്പോത്തിസിസ് ആണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? അധ്യാപകന്റെ സംഭാഷണ രീതിയും കുട്ടികളുടെ ഇൻഡിസിപ്ലിൻഡ് ആക്ട്. അപ്പോൾ വേരിയബിൾ എ എന്ന് പറയുന്നത് അധ്യാപകന്റെ സംഭാഷണ രീതി, വേരിയബിൾ ബി എന്ന് പറയുന്നത് കുട്ടികളുടെ ഇൻഡിസിപ്ലിൻഡ് ആക്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? ഈ 2 സാധനം തമ്മിൽ റിലേഷൻഷിപ്പ് ഇല്ലേ? റിലേഷൻഷിപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു കാര്യമില്ല. ഉണ്ടോ? Yes, sir. follow me? Yes, sir. Yes, sir. റിലേഷൻഷിപ്പ്. അപ്പൊ നമ്മള് പരിശോധിക്കുന്നത് അവിടെ ഒരു റിലേഷൻഷിപ്പ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ്. അല്ലെങ്കിൽ there is no significant relationship. ഈ there is no significant relationship എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസിനെയാണ് നമ്മൾ എന്ത് പറയുക? നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. follow? Yes, sir. Yes, sir. അവിടെ റിലേഷൻഷിപ്പ് ഇല്ല എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ്, there is no significant relationship exist between the variables A and B എന്ന് പറയുന്നതിനെയാണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക. നമുക്കിനി ഡിഫറെന്റ് ഹൈപ്പോത്തിസിസ് എന്താണെന്ന് പരിചയപ്പെടാനുണ്ട് എന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ നിങ്ങളുടെ മെറ്റീരിയൽസ് ഒന്നും ഇതുവരെ നോക്കിയിട്ടൊന്നുമില്ല, സിലബസ് നോക്കിയിട്ടില്ല, എനിക്കിന് സമയം കിട്ടിയിട്ടില്ല. ഐ വിൽ ഗോ ത്രൂ ദാറ്റ് എനി ഹൗ. അപ്പൊ അതില് ആ ഹൈപ്പോത്തിസിസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് ഹൈപ്പോത്തിസിസ് സ്റ്റേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്തൊക്കെയാണ്, അത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, any other doubts? അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നിങ്ങളൊന്നും വായിച്ചു നോക്കിയിട്ടില്ല, നിങ്ങൾ കുറ്റം പറയില്ല, കാരണം നിങ്ങൾക്കൊന്നും സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, റൈറ്റ്. അപ്പം പറ്റുന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ അടിസ്ഥാനത്തിൽ നാളെ വരുമ്പോഴേക്കെങ്കിലും നിങ്ങൾ ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ എനിക്ക് പ്രയോജനമൊന്നുമില്ല, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും. റൈറ്റ്. നൗ നമുക്ക് പരിശോധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളേജ് എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് നടത്തണം? എന്തിനായിരിക്കും നമ്മൾ ഈ റിസർച്ച് നടത്തുന്നത്? നമുക്കൊരു ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? എന്തിനാ റിസർച്ച് നടത്തുന്നത്? നോളജിന് വേണ്ടിയിട്ട്. നോളേജിന് വേണ്ടിയിട്ടാണ്. പിന്നെ എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. പ്രോബ്ലം സോൾവിങ് സർ. പ്രോബ്ലം സോൾവിങ് ആണ്. വെരി ഗുഡ്. പിന്നെ പുതിയ ഇൻവെൻഷന് പുതിയ ഐഡിയാസ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഗുഡ്, വെരി ഗുഡ്. പിന്നെ നമുക്ക് ഇംപ്രൂവ്
improve ചെയ്യാൻ വേണ്ടിയിട്ട്. Yeah, very good. To improve ourselves. Very good. പിന്നെ To draw inference draw inference on what? on a particular topic research. റിസർച്ച് ചെയ്യണം എന്തിനാന്നാണ് എന്റെ ചോദ്യം. ചോദ്യത്തിന്റെ On ഉത്തരം a problem, ഭാഗികമായി ശരിയാണ്. Draw inference on a problem. Draw inference on a problem after studying the. ഇൻഫറൻസിന് വേണ്ടി മാത്രമാണ് നമുക്ക് ഇത് റിസർച്ച് നടത്തുന്നത്. Then only we will get an exact. അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇൻഫറൻസ് ആയി, ഹൈപ്പോത്തിസിസ് ആയി. അപ്പം ഇത് റിസർച്ചിന്റെ കാൽഭാഗല്ലേ ആയുള്ളൂ. പ്രോബ്ലത്തെ കുറിച്ചിട്ട് കൃത്യമായി മനസ്സിലാക്കാനും അതിനനുസൃതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താനും എന്ന് പറഞ്ഞാൽ റഹ്മത്ത് പറഞ്ഞത് പൂർണ്ണമായി. ഓക്കെ ഓക്കെ റൈറ്റ്. അപ്പം ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു പിടിപാടായി. ഒന്ന്, പർപ്പസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് നോളേജ് ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അതായത് ഇപ്പോൾ നോളജ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു യൂസ് ഓഫ് ICT tools, use of ICT tools enhances the academic achievement of students in learning mathematics. ഇതൊക്കെ ഒരുപാട് പേര് റിസർച്ച് ചെയ്തിട്ടില്ല കേട്ടോ. അത് നിൽക്കുന്നവർ പോവല്ലേ, ടോപ്പിക് ഒന്നും എടുക്കലൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ട്. അപ്പോൾ ICT ടൂൾസ് അത് അക്കാഡമിക് അച്ചീവ്മെന്റ് മാത്തമാറ്റിക്സിലെ എൻഹാൻസ് ചെയ്യുന്നു, അക്കാഡമിക് അച്ചീവ്മെന്റ് എന്നാണ് നമ്മുടെ സംഭവം. അപ്പം അതുകൊണ്ട് നമ്മളൊരു സ്റ്റഡി നടത്തി. ആ സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ പറയണു, അതായത് ICT ടൂൾസ് ഞങ്ങളൊരു പ്രത്യേക രീതിയിൽ ഞങ്ങൾ അധ്യാപനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധ്യയനത്തിന് വേണ്ടിയിട്ട് ബ്ലെൻഡ് ചെയ്തു അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെൻറ്റിൽ വലിയ മാറ്റം ഉണ്ടായി എന്ന്, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടായി. അപ്പം ഇത് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു നോളേജ് യു ആർ ജനറേറ്റിംഗ്. അപ്പോൾ ICT ഇനി ബാക്കിയുള്ള ടീച്ചേഴ്സിനോട് ഒക്കെ പറയുന്ന കാര്യം എന്താ, അതേ ഇതാ ഇവിടെ സാധനം ഉണ്ട് കേട്ടോ, മറ്റേ ICT ടൂൾസ് ഞങ്ങളിത് അങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ICT ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ആണ് കേട്ടോ. So you are contributing a new knowledge or generating a new knowledge. So generation of the knowledge, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഫണ്ടമെന്റൽ റിസർച്ച്. ഓർക്കുന്നുണ്ടോ? ഫണ്ടമെന്റൽ റിസർച്ച്. യെസ്. എന്താ ഫണ്ടമെന്റൽ റിസർച്ച്? Fundamental research is otherwise called as basic research, where we get the declarative knowledge ൽ നിന്ന് നമുക്ക് കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ, അതിന്റെ ബേസിസ് ആയിരിക്കും ഫണ്ടമെന്റൽ റിസർച്ച് നമുക്ക് ചെയ്യുന്നത്. ഫണ്ടമെന്റൽ റിസർച്ച് വിൽ ബ്രിങ് ഔട്ട് എ ന്യൂ നോളേജ് ഓർ എസ്റ്റാബ്ലിഷ് എ ന്യൂ തിയറി. ഓക്കെ, തെറ്റിക്കരുത്. ന്യൂ തിയറി അല്ലെങ്കിൽ ഒരു പുതിയ നോളേജിനെ ആഡ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് നോളേജ് സ്ട്രക്ചറിലേക്ക്, പ്യൂർ റിസർച്ച്. അപ്പോൾ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാം, ദാറ്റ് ഈസ് ജനറേഷൻ ഓഫ് നോളേജ്. ക്ലിയർ? ഇനി രണ്ടാമതായിട്ട് നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ എൻകൗണ്ടറിങ് സം പ്രോബ്ലംസ്. നമ്മുടെ ക്ലാസ് റൂമിനകത്തുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ സെഗ്മെന്റിലുണ്ട്, നമ്മുടെ ടീച്ചിങ്ങിലുണ്ട്, ലേണിങ്ങിലുണ്ട്, ഇവാലുവേഷനിലുണ്ട്, ഫീഡ്ബാക്കിങ്ങിലുണ്ട്, അതേപോലെ പോളിസി ഇംപ്ലിമെന്റേഷനുണ്ട്, അക്കാഡമിക് അഡ്മിനിസ്ട്രേഷനിലുണ്ട്, ടീച്ചേഴ്സിലുണ്ട്, കുട്ടികളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നോഷൻ ഓഫ് ദ സൊസൈറ്റി ഉണ്ട്, ദെൻ ഗവൺമെന്റിന്റെ ഇംപ്ലിമെന്റേഷനുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇല്ലേ. വലിയ പ്രശ്നം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരും അഹങ്കരിക്കണ്ട, ആരും തല കുനിക്കാൻ വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് 12ാം ക്ലാസ്സിൽ ഫുള്ള് A+ കിട്ടിയ കുട്ടികൾക്ക് പലർക്കും എന്താ അറിയില്ല,
ഒന്നും എത്രയാണെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഞാൻ എൻ്റെ കോളേജിലെ B.Ed അഡ്മിഷൻ കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ക്ലാസ് എന്താണെന്നറിയോ? കുട്ടികൾക്ക് ഞാനൊരു ക്ലാസ് എടുത്തു കൊടുക്കുക, എങ്ങനെയാണ് പ്രിൻസിപ്പാളിന് ഒരു അപേക്ഷ മലയാളത്തിൽ തയ്യാറാക്കേണ്ടത്. തമാശ പറയല്ല. കുട്ടികൾ ഈ ആപ്ലിക്കേഷൻ എഴുതിയിട്ട് റിക്വസ്റ്റ് എഴുതിയിട്ട് എൻ്റെ മേശപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഞാനത് കണ്ടിട്ട് ഏങ്ങി കരയാറാണ് പതിവ്. അത്ര കഷ്ട. അപ്പൊ ഈ കരച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആദ്യം ഇതാ പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഇത് കണ്ട് ഞാൻ സങ്കടപ്പെടണല്ലോ. ഓക്കെ, സോ വൈ വെരി ബിഗ് ഇഷ്യൂ ഇൻ ഫ്രണ്ട് ഓഫ് us. സ്കില്ല് ഡെവലപ്പ് ചെയ്യണില്ല. എഴുതാനോ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല. ഇനി വേറെ എന്തെങ്കിലും ചോദിച്ചാലോ അതും ഇല്ല. പഠിച്ച വിഷയത്തെ കുറിച്ച് ചോദിച്ചാലോ അറിയില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു, പിന്നെ ഒന്നുമില്ല അവരുടെ കയ്യിൽ. പ്രോബ്ലമാണ്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ വിദേശത്തേക്ക് പോകും? സോ there are existing a lot of problems. അപ്പൊ ആ പ്രോബ്ലത്തിനെയൊക്കെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗപ്പെടുത്താം? റിസർച്ച് ഉപയോഗപ്പെടുത്താം. ക്ലിയർ? അപ്പോൾ ഒന്ന് നോളേജ് ജനറേഷനാണ്, 2 നമ്മളെ നിലനിൽക്കുന്ന എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യും. മൂന്നാമത്തേത് നമ്മൾ പറഞ്ഞു ആക്ഷൻ റിസർച്ച് പറഞ്ഞു. സ്പെസിഫിക് സിറ്റുവേഷനിലേക്ക് ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതിന്, അല്ലെങ്കിൽ അവിടെ നിലനിൽക്കുന്ന കാരണങ്ങൾ, പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ള കാരണങ്ങളെ കണ്ടെത്തി അതിനെ എലിമിനേറ്റ് ചെയ്യുക. അതാണ് ആക്ഷൻ റിസർച്ചിൽ ചെയ്യുന്നത്. ദെൻ അടുത്ത് നമുക്ക് ഇതുകൊണ്ട് വേറൊരു പർപ്പസ് എന്താണ്? അതായത് ഇനി വരാൻ പോകുന്ന ആളുകൾക്ക് അവർക്കൊക്കെ റിസർച്ച് നടത്താൻ വേണ്ടി ഒരു ഗൈഡ് ലൈൻ. നമ്മുടെ ഡെസർട്ടേഷനിലൊക്കെ ഫർദർ റിസർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ഷൻ തന്നെയുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ പർപ്പസ് ഓഫ് റിസർച്ച് ഇൻ അതർ വേർഡ്സ്. നൗ we are coming to the field of educational research. What is educational research? Educational research is nothing that we are conducting a research in the educational field. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതായത് നമ്മുടെ ബൗണ്ടറി ഓഫ് ദ റിസർച്ച് ഈസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഫീൽഡ് ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലേ? അവിടെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ ബ്രാഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ ഇല്ലേ? അതായത് പ്രീ എലിമെന്ററി എഡ്യൂക്കേഷൻ, എലിമെന്ററി എഡ്യൂക്കേഷൻ, പിന്നെ മിഡിൽ എഡ്യൂക്കേഷൻ, ദെൻ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ദെൻ ഹയർ എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അങ്ങനെ അഡൾട്ട് എഡ്യൂക്കേഷൻ, അങ്ങനെ കേട്ടക്കാണ് പാരാവാരം പോലെ. അപ്പോൾ ഈ ഏരിയകളിൽ നടത്തുന്ന റിസർച്ചിനെയാണ് നമ്മൾ എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുക ഇൻ ജനറൽ. ഇനി നമുക്ക് കരിക്കുലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പം ഈ നമ്മുടെ കരിക്കുലത്തിൽ എന്തൊക്കെ സംഗതികളുണ്ട്? കരിക്കുലത്തിൽ ഇപ്പോൾ സ്കൂൾ കരിക്കുലത്തിലാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജസ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, വൊക്കേഷണൽ സബ്ജക്ട്സ് ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടീച്ചർ എഡ്യൂക്കേഷൻ, പീസ് എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ റിസർച്ച് മെത്തേഡ്സ്, എഡ്യൂക്കേഷണൽ റിസർച്ച് മെത്തേഡ്സ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആധികാരികമായി നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ റിസർച്ചിനെ കുറിച്ച് അറിയണമെങ്കിൽ, കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം സ്വന്തമായി ഒരു പുസ്തകം വാങ്ങി വയ്ക്കുക. ആരുടെ പുസ്തകമാണെന്ന് പറയുമോ? ജോൺ ഡബ്ല്യു ബെസ്റ്റിൻ്റെ പുസ്തകം ബെസ്റ്റാണ്. ഒരെണ്ണം മേടിച്ചു വെച്ചോളൂ കേട്ടോ, അസറ്റാണ്, തമാശ പറയല്ല. ഓക്കെ,
ഇപ്പൊ നമ്മളത് ആദ്യത്തെ തവണ വായിച്ചു നോക്കുന്ന സമയത്ത് ചിലപ്പോ നിങ്ങൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇതെന്തുന്നത് ആദ്യത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ആവർത്തി വായിക്കുമ്പോഴേക്കും നമുക്ക് ഈ സാധനങ്ങളൊക്കെ പിടികിട്ടും. ശരിക്ക് ബസ്റ്റിന്റെ പുസ്തകം വായിച്ച് കഴിഞ്ഞാൽ ഒരു 2 or 3 തവണ വായിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിസർച്ചിനെ കുറിച്ചിട്ട് ഒരാളോട് ഒരു കാര്യം ചോദിക്കില്ല. കാരണം ആര് ചോദിച്ചാലും ഉത്തരം പറയാനുള്ള കപ്പാസിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ആ പുസ്തകം വാങ്ങിക്കുക. റൈറ്റ്, ഓക്കെ. അപ്പം അതില് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ദ മെത്തേഡ്സ് ഓഫ് റിസർച്ച് കുറെ കാണും. അതൊക്കെ പരിശോധിക്കുക, അത് മനസ്സിലാക്കുക. പിന്നെ ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്താണെന്ന് പ്രത്യേകം ഒന്നും. എക്സ്ക്യൂസ് മീ സർ, യെസ്, ജോൺ ഡബ്ല്യു ബെസ്റ്റിന്റെ ബുക്കിന്റെ പേര് റിസർച്ച് എന്നാണോ അല്ലെങ്കിൽ റിസർച്ച് മെത്തഡോളജി? എഡ്യൂക്കേഷണൽ റിസർച്ച് മെത്തഡോളജി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. പിന്നെ ചിലപ്പം ഓൺലൈനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇത് ഡിജിറ്റൽ കോപ്പി എന്താ പറയുക കൈൻഡിൽ എഡിഷൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് വേണമെങ്കിൽ അത് വാങ്ങിച്ചാൽ കാശ് കുറവായിരിക്കും. അത് ഡിജിറ്റലായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും കേട്ടോ. നോക്കി നോക്കുക, ഞാൻ നോക്കിയിട്ടില്ല അത്, കാരണം ഞാൻ ഹാർഡ് കോപ്പി ഇവിടെ 1-2 ഇരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ അത് തന്നെയാണ് റെഫർ ചെയ്യാറ്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ചിലേക്ക് വരാം. നമ്മൾ നേരത്തെ ഇന്നലെ ഞാൻ പറഞ്ഞു 2 പ്രധാനപ്പെട്ട 2 ടൈപ്പ് റിസർച്ച് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ, എഡ്യൂക്കേഷണൽ റിസർച്ച്. ഏതൊക്കെയാണ് ആ ബ്രോഡർ കാറ്റഗറി പറയാമോ? ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ. ശരിയാണ്, എന്നാലും കുറച്ചും കൂടി പ്രോബബിലിറ്റി. അതായത് ഒന്നും കൂടെ പറയാം. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ we are collecting data. Okay, we are collecting data. For example, ഉദാഹരണത്തിൽ കൂടെ തന്നെ പറയാം. mental health of students and academic achievement. Right, mental health and അക്കാഡമിക് അച്ചീവ്മെന്റ് ഓഫ് സ്റ്റുഡൻസ്. ഇതാണ് നമ്മളൊരു സ്റ്റഡി എന്ന് വിചാരിക്കുക. അതിൽ 2 വേരിയബിൾ ഉണ്ട്. അതിൻ്റെയൊക്കെ പേരുണ്ട് കേട്ടോ, ഡിപ്പെൻഡന്റ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അതൊക്കെ ഞാൻ ഇനി വരുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ 2 വേരിയബിളുകളും തമ്മിൽ മെന്റൽ ഹെൽത്തും അക്കാഡമിക് അച്ചീവ്മെന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ പറയാണ് there exists ഒരു നൾ ഹൈപ്പോത്തസിസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് വിചാരിക്കുക. there is no significant relationship exist between mental health and academic achievement. ഇനി ഈ ഹൈപ്പോത്തസിനെ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. എങ്ങനെ ടെസ്റ്റ് ചെയ്യും? ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടൂള് വേണം അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആ പഠിക്കുന്ന കുട്ടികളുടെ മെൻ്റൽ ഹെൽത്ത് പരിശോധിക്കാൻ വേണ്ടി ഒരു ടൂള് കൺസ്ട്രക്ട് ചെയ്തു. ഒന്നുകിൽ ഒരു ക്വസ്റ്റ്നെയർ ആകാം, അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് സ്കെയിൽ ആകാം, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആകാം. അതൊക്കെ നമ്മളിനി പഠിക്കാൻ പോകുന്നു. അതിലേതെങ്കിലും ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ ഹൈസ്കൂളിലെ കുട്ടികളുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു 360 കുട്ടികളെ എടുത്തു. ഓക്കെ, ഈ 360 കുട്ടികളുടെ അടുത്തും നമ്മൾ ഒന്നുകിൽ റേറ്റിംഗ് സ്കെയിൽ കൊടുത്തിട്ട് അവരുടെ മെൻ്റൽ ഹെൽത്ത് പരിശോധിച്ചു. റൈറ്റ്, ഇനി ആ കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ് പരിശോധിക്കുന്നു. എങ്ങനെ അക്കാഡമിക് അച്ചീവ്മെന്റ് പരിശോധിക്കുക? കുട്ടികളുടെ പരീക്ഷയുടെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ. റൈറ്റ്, അപ്പം ഈ മെൻ്റൽ ഹെൽത്ത് നല്ല മെൻ്റൽ ഹെൽത്ത് ഉള്ള കുട്ടികളുണ്ട്. അപ്പം മെൻ്റൽ ഹെൽത്താണ് നമ്മൾ പരിശോധിച്ചത്. അപ്പം അതിൽ വേരിയേഷൻ ഉണ്ടാവും അല്ലേ.
അതായത് മെന്റൽ ഹെൽത്ത് വളരെ മോശമായിട്ടുള്ള കുട്ടികളുണ്ടാകാം, പിന്നെ കുറച്ച് മോശമായിട്ടുള്ള കുട്ടികളുണ്ടാവാം അല്ലേ, പിന്നെ ഒരു വലിയ കുഴപ്പമില്ലാത്ത കുട്ടികളുണ്ടാകാം അല്ലേ, വളരെ ഒരു ആവറേജ് മെന്റൽ ഹെൽത്ത് ഉള്ള കുട്ടികളുണ്ടാകാം, വളരെ എക്സലന്റ് മെന്റൽ ഹെൽത്ത് ഉള്ള കുട്ടികളും ഉണ്ടാകാം. റൈറ്റ്. അപ്പൊ ഈ കുട്ടികളുടെ അച്ചീവ്മെന്റ് ആ സബ്ജക്റ്റിൽ നമ്മൾ നോക്കി, ഒരു മാർക്ക് നോക്കി. ഇത് മാർക്ക് നോക്കിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയതാണ്, നമ്മൾ ആ പരിശോധനയിൽ നമ്മൾ മനസ്സിലാക്കണം എന്ത്, ഈ മെന്റൽ ഹെൽത്ത്, നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള കുട്ടികളുടെ അച്ചീവ്മെന്റ്, അക്കാഡമിക് അച്ചീവ്മെന്റ് ഹൈ ആണ്. അപ്പൊ ഈ നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ നമ്മളെ സഹായിച്ചത് കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം, കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെന്റ് എന്ന് പറയുന്ന സാധനം ക്വാളിറ്റിയാണ് അല്ലേ. ഞാൻ ഇന്നലെ പറഞ്ഞവർക്കുണ്ടോ, നമ്മളെ തല വെട്ടിയിട്ട് ഇത് വെയ്യിങ് മെഷീനിൽ വെച്ച് നോക്കിയിട്ട് ആ കുട്ടിക്ക് എത്ര വിവരമുണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്വാളിറ്റിയെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്നു. ഡു യു റിമെമ്പർ? ഇന്നലെ ഞാൻ പറഞ്ഞു, ഡാറ്റയെ, ക്വാളിറ്റി ആയിട്ടുള്ള ഡാറ്റയെ ന്യൂമറിക്കലാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ആയിട്ട് മാറ്റുന്നു. കുട്ടികളുടെ അക്കാഡമിക് അച്ചീവ്മെന്റിന് എത്ര മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ്, 100-ൽ ഇത്ര മാർക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ക്വാണ്ടിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്തില്ലേ? അതുപോലെ നിങ്ങൾ മെന്റൽ ഹെൽത്ത് പരിശോധിച്ചപ്പോൾ അതിൽ ഇത്ര പെർസെൻറ്റേജ് കുട്ടികൾക്ക് ഇത്ര മെന്റൽ ഹെൽത്ത് ഉണ്ട്, ഇത്ര ശതമാനം വരെ മെന്റൽ ഹെൽത്ത് ഉണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇത് ഇവിടെ ക്വാണ്ടിഫൈ ചെയ്തിട്ട്, ക്വാളിറ്റിയെ ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ് രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇവിടെ ക്വാളിറ്റി ആയിട്ടുള്ള സാധനത്തിനെ ക്വാണ്ടിഫൈ ചെയ്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള സ്റ്റഡീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുക. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ടു. ഇല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞു, ഇനി പറയില്ല. ക്ലിയർ ആയോ മക്കളെ? ക്ലിയർ സർ. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ എന്താ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്നായി? ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നേരിട്ടുള്ള നിരന്തരമായ നിരീക്ഷണത്തിലൂടെ, മറ്റോടത്ത് നമ്മുടെ പ്രോബബിലിറ്റി, അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഞാൻ പറഞ്ഞു പ്രോബബിലിറ്റി ആണ് പരിശോധിക്കുന്നത്. ആ പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിഗമനങ്ങളെ എന്താക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ജസ്റ്റിഫൈ. ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നമ്മൾ നിരന്തരമായ നിരീക്ഷണങ്ങളിൽ കൂടെ മാത്രമാണ് എന്ത് ചെയ്യുക, ഒരു അസംഷനിലേക്ക് എത്തുക, നിഗമനത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് നമ്മൾ പറയും. ഒരു ഉദാഹരണത്തിന് ആയുർവേദം എന്ന് പറയുന്ന സയൻസ്, ആയുർവേദം എന്ന് പറയുന്ന സയൻസ് ഡെവലപ്പ് ചെയ്ത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൂടെ. നമ്മുടെ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്ന ജ്യോതിഷമില്ലേ, ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. നമ്മുടെ ഭക്ഷണ രീതിയിൽ ഇപ്പൊ ഒക്കെ മാറി, ഇപ്പൊ നമ്മുടെ ഭക്ഷണ രീതിയൊക്കെ മാറി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്, നമുക്ക് ചിക്കൻ ബിരിയാണി, ഷവർമ, അതൊന്നും ആയിരുന്നില്ല നമ്മുടെ ഭക്ഷണ രീതി. നമ്മുടെ ടേസ്റ്റ് ഓഫ് സയൻസ് എന്നൊരു സാധനം ഉണ്ട്, ഭയങ്കര റിസർച്ച്. അത് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ ഒരു സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ തോന്നിയ പോലെയൊക്കെയാണ് വിളമ്പുക, അത് കഴിക്കുന്ന രീതിയും തോന്നിയ പോലെ തന്നെയാണ്. പക്ഷെ നമ്മുടെ സദ്യക്ക്, കേരളത്തിലെ സദ്യക്ക് അതിൻ്റെ പിറകില് റിസർച്ച് നടത്തിയിട്ട്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തിയിട്ടുള്ള ഒരു ടേസ്റ്റ് ഓഫ് സയൻസ് അതിൻ്റെ പിന്നിലുണ്ട്, നമുക്കറിയില്ല അത്. അതായത് ചോറ് വിളമ്പിക്കഴിഞ്ഞാൽ അതിൽ കറികൾ വിളമ്പുന്ന, ഇലയിലെ കറികൾ വിളമ്പുന്നതിന് പോലും ഒരു ക്രമമുണ്ട്. ആ ക്രമം അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ഓരോ കറി കഴിക്കേണ്ടത്. പലരും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പാറും കുറെ പരിപ്പും നെയ്യും പപ്പടമൊക്കെ കുഴച്ചിട്ട് അതിൽ നിന്ന് കുറെ കറി ഇതിലേക്ക് അകത്ത് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് കഴിക്കും. അതല്ല അതിൻ്റെ രീതി.
നമ്മുടെ ടേസ്റ്റ് ഓഫ് ബഡ്സിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ആ ടേസ്റ്റിനെ ശരിയായി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ എൻജോയബിൾ ആക്കുന്ന രീതിയിലാണ് ഓരോ കറി. അതായത് എരിശ്ശേരി എപ്പോൾ കഴിക്കണം, പിന്നെ മറ്റു കറികൾ, കിച്ചടി എപ്പോൾ കഴിക്കണം, പച്ചടി എപ്പോൾ കഴിക്കണം, ഓലൻ എപ്പോൾ കഴിക്കണം, അവിയൽ എപ്പോൾ കഴിക്കണം, അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് പലർക്കും അറിയില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തത് എവിടെ നിന്നാണ്? ത്രൂ അവർ ക്വാളിറ്റേറ്റീവ് റിസർച്ച്, ത്രൂ ദ കണ്ടിന്യൂസ് ഒബ്സർവേഷൻ. ഓക്കെ, അപ്പം നമ്മൾ നിരന്തരമായിട്ട് ക്വാണ്ടിഫൈ ചെയ്യുന്ന ഒന്നുമില്ല ഇവിടെ. ആ ക്വാളിറ്റിയെ അതിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ടാണ് റിസർച്ച് നടത്തുന്നത്. ഓക്കെ, അപ്പം ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞല്ലോ, അത് ഏതൊക്കെ ടൈപ്സ് ആണ്? പ്രധാനമായ 2 കാറ്റഗറി ഉണ്ട്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കോറിലേഷണൽ സ്റ്റഡി. നമ്മൾ കോറിലേറ്റ് ചെയ്യാണ്, അതായത് 2 വേരിയബിളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസോ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും. ചിലപ്പം വേരിയബിൾസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണം കൂടും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഒന്ന് തന്നെയായിരിക്കും. അപ്പം ആ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെ പരിശോധിക്കുന്നു. അതിന് നമ്മൾ കോറിലേഷണൽ സ്റ്റഡി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അവിടെ ബന്ധമാണ് പരിശോധിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പരിശോധിക്കുക ഇമ്പാക്റ്റ്, അതായത് എ എന്ന വേരിയബിളിന് ബി എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഇമ്പാക്റ്റ് എന്ത്. ഫോർ എക്സാമ്പിൾ, യൂസ് ഓഫ് this collaborative learning and achievement of the students in mathematics അല്ലെങ്കിൽ any subject. അപ്പം ഇവിടെ ഇഫക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്, ഇമ്പാക്റ്റ് ആണ് നോക്കുന്നത്, അതിൻ്റെ റിസൾട്ടാണ്, അതിൻ്റെ സാധുതയാണ്, റിസൾട്ട് ഉണ്ടാക്കുന്നതിൽ എത്രത്തോളം കാര്യക്ഷമമാണ്, എഫക്റ്റീവ് ആണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതെന്തായിട്ട് മാറി? അത് കോറിലേഷൻ സ്റ്റഡി അല്ല, എക്സ്പെരിമെൻ്റല. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യേണ്ടി വരും. അത്തരത്തിലുള്ള സ്റ്റഡീസിനെ നമ്മൾ ക്വാസി എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ്. അപ്പം ഇത് മൂന്നാണ് പ്രധാനമായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് അകത്തേക്ക് വരുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് നമ്മൾ അത് നേരിട്ട് ഒബ്സർവ് ചെയ്തിട്ട് പറയുന്ന കാര്യത്തിനെ നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. ഇപ്പോൾ സർവേ നടത്തുന്നു, ഇപ്പോൾ നമ്മൾ സർവേ നടത്തിയിട്ട് നേരിട്ട് പോയിട്ട് ഡാറ്റ അങ്ങോട്ട് കളക്ട് ചെയ്യണ സർവേ നടത്തുകയാണ്, എന്നിട്ട് പറയുന്നു ഇത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, ഇത് ഇങ്ങനെ തന്നെയാണ് രീതി. ഇപ്പോൾ ഇതാ ആറ്റിറ്റ്യൂഡ് ഓഫ് ടീച്ചേഴ്സ് ഇൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഒരു സർവേ നടത്തുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കേസ് സ്റ്റഡി, ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഇത് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊരു സ്കൂളിൽ കൃത്യമായിട്ട് എങ്ങനെ നടത്തുന്നത്, കേസ് സ്റ്റഡി നടത്തുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്കൂളുണ്ടോയെന്ന് അറിയില്ല, തണലിനോ കനവെന്നോ അങ്ങനെ പറഞ്ഞിട്ട് വയനാട്ടിലൊരു സ്കൂളുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ സ്കൂൾ നമ്മൾ എടുക്കണം, അവിടുത്തെ അധ്യാപന രീതികളും കാര്യങ്ങളൊക്കെ പഠിക്കണം, കേസ് സ്റ്റഡി ആയിട്ട്. പിന്നെ നമുക്ക് ഡോക്യുമെൻ്ററി അനാലിസിസ്, നമ്മളിപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തുകയാണ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പോളിസി റിസർച്ചാണ് നടത്തുന്നത്. അതായത് NEPയും ഇതുവരെയുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനുകളും കരിക്കുലം ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അനലൈസ് ചെയ്യണം അല്ലേ. അതേപോലെ ഒരു ഡെവലപ്മെൻ്റൽ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ഇനി കമ്മീഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം NCT, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, ഹൗ ഇറ്റ് ഹെൽപ്ഡ് ടു ഡെവലപ്പ് ദ ക്വാളിറ്റി ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സ്റ്റഡിയാണ്. അല്ലെങ്കിൽ എത്നോഗ്രാഫിക് സ്റ്റഡീസ്, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ റിസർച്ച്. ഇത്തരത്തിലുള്ള റിസർച്ചുകളൊക്കെ നമുക്ക് ഏതിനകത്തേക്ക് ഉൾപ്പെടുത്താം? ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്തേക്ക് ഉൾപ്പെടുത്താം.
പക്ഷെ പലപ്പോഴും എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഫിക്സഡ് ബൗണ്ടറി എനി ഹൗ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ചൊക്കെ മാറും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്. നിങ്ങൾ വായിച്ചു നോക്കുക. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് നാളെ വരിക. ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? സർ ഒരു ഡൗട്ട് ഉണ്ട് സർ. ഓ ചോദിക്കോ, ഡൗട്ട് ചോദിക്കോ. ഐ ആം ഹാപ്പി ടു ഹിയർ. സർ ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ നമ്മൾ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും ഡിപെൻഡന്റ് വേരിയബിളിന്റെയും വാല്യൂസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ വാല്യൂസ് വെച്ചിട്ട് നമുക്ക് കോറിലേഷണൽ റിസർച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയാണോ സർ? അല്ല, എക്സ്പെരിമെന്റൽ റിസർച്ചിലേക്ക് വരാം. എക്സ്പെരിമെന്റൽ റിസർച്ചിനകത്ത് നമുക്ക് ഒരു കൺട്രോൾഡ് ഗ്രൂപ്പും ഉണ്ടാവും, ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊളാബറേറ്റീവ് ടീച്ചിങ് സ്ട്രാറ്റജി ഉപയോഗിച്ച് അക്കാഡമിക് അച്ചീവ്മെന്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അത് കോറിലേഷൻ, സോറി, ദ ഇമ്പാക്റ്റ് ഓഫ് ICT assisted teaching in enhancing the learning achievement of the students. അപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോവാണ്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഗ്രൂപ്പ് ഉണ്ടാവും, ഒന്ന് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും പിന്നെ ഒന്ന് കൺട്രോൾഡ് ഗ്രൂപ്പും. അപ്പം ഈ ഒരു ഗ്രൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ICT ടൂൾസ് ഉപയോഗിച്ചിട്ട് സെയിം സബ്ജക്റ്റ് പഠിപ്പിക്കും. മറ്റേ ഗ്രൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, അതില്ലാണ്ടും പഠിപ്പിക്കും. സെയിം സബ്ജക്റ്റ് 2 ഗ്രൂപ്പിലും പഠിപ്പിക്കുന്നു. ഒരിടത്ത് നമ്മൾ ICT അസിസ്റ്റഡ് ആണ്, മറ്റൊരിടത്ത് നമ്മളത് ഇല്ലാതെ ചെയ്യും. അപ്പം അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ട, ഒരു പ്രീ ടെസ്റ്റ് നടത്തണം. അവരുടെ അച്ചീവ്മെന്റ് ലെവൽ എന്താണ് 2 കൂട്ടരുടെ എന്നുള്ളത് ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് ലെവൽ ഓഫ് അവരുടെ നോളജ് ഇൻ പർട്ടിക്കുലർ സബ്ജക്റ്റ് നമ്മൾ അസസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു കൂട്ടർക്ക് ഇത് വെച്ചിട്ടും ഒരു കൂട്ടർക്ക് ഇതില്ലാതെ കൊടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ രണ്ടാമതൊരു അച്ചീവ്മെന്റ് പോസ്റ്റ് ടെസ്റ്റ് നടത്തും. പോസ്റ്റ് ടെസ്റ്റ് നടത്തി കഴിയുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് അച്ചീവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുന്നു, കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് സപ്പോസ് നിങ്ങൾ പറയുകയാണ് ഇത് അവിടെ അച്ചീവ്മെന്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതലാണ്, അപ്പം നിങ്ങൾ റിസർച്ചിന് സാധ്യതയായി. സോ ഇതാണ് അതിൻ്റെ ഒരു സിമ്പിൾ ഡിസൈൻ. ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാതിരുന്നത്. ഇതാണ് ഒരു സിമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ സർ. ഓക്കെ സർ. Any other doubts? Sorry. അറിയില്ല, എനിക്ക് ചോദിക്കാം. നൾ ഹൈപ്പോത്തസിന്റെ ആവശ്യം ശരിക്കും നമ്മളെ കോൺട്രാക്റ്റീവ് പാർട്ടിന് പകരം നമ്മളിപ്പോ ഈ പിന്നെ ഒരു അച്ചീവ്മെന്റും കുട്ടികളുടെ അച്ചീവ്മെന്റും ഇപ്പോ മെന്റൽ അതെ, മുഹമ്മദ് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. മൈക്കിന് ബ്രേക്ക് ആവണം. ഞാൻ കേൾക്കുന്നത് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പോഴും ചെറുതായിട്ടുണ്ട്, എന്നാലും പറഞ്ഞോളൂ. ഇപ്പൊ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. സാറേ, പിന്നെ ഈ നൾ ഹൈപ്പോത്തസിന്റെ ആവശ്യകത എന്താണ്? ഇപ്പോ പിന്നെ അതൊരു പിന്നെ ഇപ്പൊ നമ്മളിപ്പോ മെന്റൽ, സാറ് നേരത്തെ പറഞ്ഞ എക്സാമ്പിള് മെന്റൽ ഹെൽത്ത് സ്റ്റുഡൻസും അക്കാഡമിക് അച്ചീവ്മെന്റും തമ്മിൽ എടുക്കുകയാണെങ്കിൽ നമ്മളവിടെ there exists no significant relation between mental health എന്ന് എടുക്കുന്നതിന് പകരം there is a significant relation between mental health എന്ന് തന്നെ വെച്ച് തുടങ്ങിക്കൂടെ നമുക്ക്? എന്തുകൊണ്ടാണ് അവിടെ നൾ ഹൈപ്പോത്തസിസ് ഉപയോഗിക്കാൻ കാരണം? Yes, very good question. Very good question. That I expected from you. അതായത് ഹൈപ്പോത്തിസിസ്, there are several types of hypothesis. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്, നൾ ഹൈപ്പോത്തിസിസ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, അങ്ങനെ പലതരത്തിൻ്റെ നമ്മൾ പഠിക്കാൻ പോകും. ഇപ്പം ഈ ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൂൾസ് വേണം. ആ ടൂൾസ് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടിയ ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ് നടത്തണം. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ് നൾ ഹൈപ്പോത്തിസിസ് ആണെന്നുണ്ടെങ്കിൽ ടി ടെസ്റ്റ് നടത്തിയിട്ട് നമുക്ക് പരിപാടി അവസാനിപ്പിക്കാം. ഓക്കെ,
അല്ല ഇനിയിപ്പം അവിടെ കോറിലേഷൻ സ്റ്റഡീസ് കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അനോവയും അൻകോവയും ഉപയോഗിക്കാം. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഹൈപ്പോത്തിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദ സ്റ്റഡി ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ട്രീറ്റ്മെന്റ് ദാറ്റ് വി ആർ ഗോയിങ് ടു അഡോപ്റ്റ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റിസർച്ച് ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സാറേ അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് ഹൈപ്പോത്തിസിസ് പറയുന്നുണ്ടെങ്കിൽ അതും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ക്ലിയർ? പക്ഷെ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉണ്ട് എന്നോ ഇല്ല എന്നോ ആണ് പറയാറ്. ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന് തന്നെ പറയാം. ഇല്ല എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് നല്ല ഹൈപ്പോത്തിസിസ് ആയി മാറുന്നു മാത്രമേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ സാർ, അത് എനിക്ക് മനസ്സിലായത് ഇപ്പൊ എങ്ങനെയാണ്, പറഞ്ഞോളൂ. ഇല്ല എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ് എളുപ്പം. അതായത് അതെ. ഇതേപോലെ അതുകൊണ്ടാണ് നൾ ഹൈപ്പോത്തിസിസ് നമ്മൾ തുടങ്ങുന്നതെന്ന് അർത്ഥം. അതെ, സാധാരണഗതിയിൽ അത് ദാറ്റ് ഈസ് ഹെൽപ്പ് us ടു ഡിസൈൻ ദ റിസർച്ച് ഇൻ സച്ച് എ വേ. കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് മുന്നോട്ട് പോകാം. മറ്റേതിനും സിമ്പിൾ അല്ല എന്നുള്ളതല്ല, കുറെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് നമുക്ക് നൾ ഹൈപ്പോത്തിസിസിന് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് എഡ്യൂക്കേഷണൽ റിസർച്ചേഴ്സ് പലപ്പോഴും, നിങ്ങൾ റിസർച്ചുകൾ പലതും എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പേരും നൾ ഹൈപ്പോത്തിസിസ് ആണ് ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കാരണം ഇതാണ്. ഓക്കെ, ഇനി പോകെ പോകെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനിയിപ്പോ നമുക്ക് ഇനിയും കിടക്കുമല്ലേ പാരാവാരം പോലെ. ഓക്കെ, എനി അതർ ഡൗട്ട്സ്? വേറെ ഡൗട്ട്സ് ഒന്നുമില്ല? ഓക്കെ സർ, നമുക്ക് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാല് അത് കംപ്ലീറ്റ്ലി ക്വാളിറ്റേറ്റീവ് റിസർച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റതിൽ ക്വാണ്ടിറ്റേറ്റീവ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കംപ്ലീറ്റ് ഒരു ഇത് വെക്കാൻ പറ്റുമോ? അത് ജസ്റ്റ് ഇന്റർ റിലേറ്റഡ് ആയിട്ടില്ലേ? ആരാ മോള് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന? അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതായത് നമ്മളിപ്പോ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകും. കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ കല്യാണത്തിന് ധരിക്കുന്ന പാർട്ടി വെയറല്ലേ എടുക്കുക, അല്ലാണ്ട് വീട്ടിൽ ഇടുന്ന നൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ടാണോ നമ്മൾ പോവുക? അല്ല. അപ്പോൾ ഓരോ പ്രോബ്ലത്തിനും അത് പഠിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫറെൻ്റ് ടൈപ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പനിക്ക് നമുക്ക് തലവേദനയ്ക്കും പാരസെറ്റമോൾ കൊടുത്താൽ മതി, വയറുവേദന വന്നാൽ ബെരാൾഗം കഴിക്കണം അല്ലേ? അത് തന്നെയാണ് ഇവിടുത്തെയും വ്യത്യാസം. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ പ്രോബ്ലം, വാട്ട് ഈസ് ദ സൊല്യൂഷൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ഫൈൻഡ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് റിസർച്ച് വേണം എന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വയറുവേദനയാണ്. വയറുവേദനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെ കാണേണ്ടത്? ജനറൽ ഫിസിഷ്യനെ കാണാം, അല്ലെങ്കിൽ മറ്റേ നമ്മുടെ വയറിൻ്റെ ഇതൊക്കെ നോക്കുന്ന എന്താ ഡോക്ടർ പറയുക, ഗാസ്ട്രോഎൻട്രോളജിസ്റ്റ് അല്ലേ? അല്ലാതെ നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. In the similar way, based on the nature of the problem, that we decide the method, tools and techniques. Clear? Thank you, sir. Any other doubts? Okay. ഗുഡ് ഈവനിങ് സർ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഡൗട്ടാണ് ചോദിക്കേണ്ടത് നിങ്ങൾ. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഇതും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് അവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കേണ്ടി വരില്ലേ? ആര് പറഞ്ഞു? രണ്ടും കമ്പൈൻ ചെയ്യും. അല്ല, ഇപ്പൊ നമ്മള് ഒരു സർവേ നടത്തുന്ന സമയത്ത് നമുക്ക് എന്താ വേണ്ടത്? അത് ക്വാണ്ടിഫൈ ചെയ്യണ്ടേ? സർവേ റിസൾട്ട് ക്വാണ്ടിഫൈ ചെയ്യണ്ടേ? അപ്പൊ രണ്ടും എന്താ പറയാ, കോറിലേറ്റഡ് ആണ്.
ഇനി ആർക്കൊരു സംശയമില്ല? ഓക്കെ, ദെൻ ഏതാണ്ട് റിസർച്ചിനെ കുറിച്ചിട്ടുള്ള ടൈപ്പ്, മെത്തേഡ്സ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. Then I'm just going through your I got now your material. I don't know scope of educational research. Okay, എഡ്യൂക്കേഷണൽ റിസർച്ച് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. റൈറ്റ്. ഇനി ഐ തിങ്ക് പർപ്പസ് ഓഫ് റിസർച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞില്ലേ? പർപ്പസ് ഓഫ് റിസർച്ച് പറഞ്ഞില്ലേ? Yes, sir. Okay. Now, yeah, here it is. But it is 1.7. What is educational research? അപ്പോൾ എഡ്യൂക്കേഷണൽ റിസർച്ചിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ തന്നിട്ടുണ്ട്. അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് എന്താണ് ഇതിൻ്റെ സ്കോപ്പ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ട് പോകാം. ഒന്ന്, ക്ലാസിഫിക്കേഷൻ ബൈ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അണ്ടർ ഇത് സെക്കൻഡറി അല്ലെങ്കിൽ പ്രിലിമിനറി, ഹയർ എഡ്യൂക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു പോയ അത് കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കരിക്കുലം ഏരിയ, ഇത് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് മെത്തേഡ്സ്. ഇത്രയാണ് അതിൻ്റെ സ്കോപ്പായിട്ട് വരുന്നുള്ളത്. അതൊക്കെ ഐ തിങ്ക് യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. ഓക്കെ. Now, what I see the knowledge generation, source of knowledge that we have discussed earlier, deductive reasoning, etc. Now, what is defining scientific method? ഇപ്പം സയൻറ്റിഫിക് മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, സയൻറ്റിഫിക് മെത്തേഡ് എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു അല്ലേ? എന്താണ് സയൻറ്റിഫിക് മെത്തേഡ്? It is based on the theory that is existing, then a problem is identified and hypothesis is formed, and variables are decided and manipulated, and data is collected. Once the data is collected, it is sent to the statistical treatment. Once the statistical treatment is done and checked whether the hypothesis is right or wrong, if it is right, then it is accepted, and if it is rejected, then again we have to follow the steps from the above, like reformulating the hypothesis. Very good, Suji Sebastian. See, generally ഞാനൊരു ജസ്റ്റ് ഒരു ഡിസൈൻ നിങ്ങൾക്ക് തന്നു എന്നുള്ളൂ. നമുക്ക് ഇത്രേ പറയേണ്ട കാര്യമുള്ളൂ. അതായത് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസിങ് ദ പ്രോബ്ലം, ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലം, ദെൻ ഹൈപ്പോത്തിസിങ്, ദെൻ ടെസ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ്, ദെൻ കൺഫേം ഓർ നോട്ട് കൺഫേം ദ ഹൈപ്പോത്തിസിസ്. അത്രയാണ് നമുക്കൊരു സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അവിടെ കുറേ അതായത് ഒരു കാര്യവും പെർഫെക്റ്റ് അല്ല. ഇപ്പോൾ റിസർച്ച് ഇപ്പോൾ പല കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്ത് മെത്തേഡ് വേണം, എന്ത് ടൂള് വേണം. ഫോർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് എ ലോട്ട് ഓഫ് references, a review of a related literature. Okay, now we are going to the unit 2, positivistic paradigm. Okay, that is 3.3. if you have the literature with you, that also you can refer. എന്താണ് പോസിറ്റിവിസ്റ്റിക് പാരഡിയം? പാരഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആൻ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ അല്ലേ? അതിൻ്റെ പോസിറ്റിവിസ്റ്റിക് പാരഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റിവിസം എന്ന് പറയുന്നത് വിച്ച് പ്രൊഡ്യൂസ് സംതിങ് കോൺക്രീറ്റ് or applicable in our life or somewhere, that is we called a positivity. Okay, അപ്പം നമ്മുടെ റിസർച്ച് അത് ഒരു പോസിറ്റീവ് പാരഡിയം ആകണമെങ്കിൽ that must have a scientific background. Okay,
അപ്പോൾ പോസിറ്റിവിസ്റ്റിക് പാരഡിയം ഇൻ റിസർച്ച് മീൻസ് that structure itself scientific and it produces the result or it produces a solution for the problem or it suggests as a finally എന്തിനാ നമ്മൾ റിസർച്ച് നടത്തുന്നത്? അത് ചോദിക്കാൻ വിട്ടുപോയി. എന്തിനാ നമ്മൾ റിസർച്ച് നടത്തുന്നത്? നോളജ് ജനറേഷൻ. നോളേജ് ജനറേഷൻ, പിന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. പ്രോബ്ലം സോൾവ് ചെയ്യാൻ, പിന്നെ ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ. ഫ്യൂച്ചർ ജനറേഷൻ, പിന്നെ സ്പെസിഫൈഡ് പ്രോബ്ലംസ്, ലോക്കലൈസ്ഡ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ ഫൈൻ, വെരി ഗുഡ്. സേ ആക്ച്വലി നമ്മളിപ്പോൾ ഒരു റിസർച്ച് നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന സാധനം, ആ റിസൾട്ട്, അതിനൊരു ഇംപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വേണം. ഇംപ്ലിക്കേഷനാണ് ഇതിലെ പ്രധാന കാര്യം. നമ്മൾ കുറേ ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അത് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്ലൈ ചെയ്യാൻ പറ്റാതെ, അതായത് എൻ്റെ ഒരു തിയറി ഉണ്ട്, എന്താണെന്നറിയോ? ദ നോളേജ് which is not useful or practical, that is invalid knowledge. ഒരു ജ്ഞാനം അത് പ്രാവർത്തികമല്ലെങ്കിൽ, അത് ഉപയോഗക്ഷമമല്ലെങ്കിൽ, അത് എന്താണ്? അസാധുവായിട്ടുള്ള ജ്ഞാനം എന്ന് ഞാൻ പറയും. അപ്പൊ നമ്മൾ റിസർച്ച് നടത്തിയിട്ട് കിട്ടുന്ന ജ്ഞാനം നമ്മുടെ സമൂഹത്തിനോ വ്യക്തിക്കോ രാഷ്ട്രത്തിനോ നമ്മുടെ ലോകത്തിനോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനോ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്നതായിരിക്കണം, അപ്ലിക്കബിൾ ആയിരിക്കണം. അല്ലയോ ആ റിസർച്ച് വെറുതെയാണ്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ്, ലേണിംഗ് ലൈസൻസ് എടുക്കുക. ലേണിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ലൈസൻസ് എടുക്കാൻ വേണ്ടി ലേണിംഗ് ലൈസൻസ് എടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈ MA എഡ്യൂക്കേഷനിലെ റിസർച്ച് സ്റ്റഡി കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതുകൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഉപകാരം കിട്ടുകയാണെങ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യും. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രോഡക്റ്റ്, എൻഡ് പ്രോഡക്റ്റ് ഈസ് ദർ. അത് പോസിറ്റിവിസം ദാറ്റ് ലീഡ്സ് ടു പ്രോഗ്രസീവിസം. അത് നിങ്ങളുടെ ഫിലോസഫി പഠിച്ചിട്ടുണ്ടാവും. അമേരിക്കയിലെ ഡെവലപ്മെന്റിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പോസിറ്റിവിസ്റ്റിക് ഫിലോസഫി, പ്രോഗ്രസീവ് ഫിലോസഫി, പോസിറ്റിവിസ്റ്റ് ഫിലോസഫി, അത് രണ്ടുമാണ് അവരെ ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചത്, അല്ലേ? ഇപ്പൊ മറ്റേ ഫ്രഞ്ച് ഫിലോസഫറായിട്ടുള്ള അഗസ്റ്റോ കോംറ്റെ ഒക്കെ പറഞ്ഞിട്ടുള്ള. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ സോഷ്യൽ ബിഹേവിയറൽ സ്ട്രക്ചർ, ആ സോഷ്യൽ ബിഹേവിയറൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാം. ഓക്കെ, സോ ദിസ് ഇസ് എ പോസിറ്റിവിസ്റ്റ് പാരഡിയം എന്ന് നമ്മൾ പറയുക. അപ്പൊ അതിൽ ആസ്പെക്ട്സ് ഓഫ് പോസിറ്റിവിസ്റ്റ് പാരഡിയം പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിൽ ഡിഫിക്കൽറ്റി ഇൻ പ്രിസൈസ് മീനിങ്, ഒന്ന് കൃത്യമായിട്ട് നമുക്കൊരു പ്രിസൈസ്ഡ് ആയിട്ടുള്ള മീനിങ് അതിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാരണം നമ്മളെല്ലാം യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയും ആ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു റിസൾട്ടിന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെ നമ്മൾ ലോജിക്കൽ പോസിറ്റിവിസം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ആ ലോജിക്കൽ പോസിറ്റിവിസത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രിസൈസ് ആയിട്ടുള്ള ഒരു മീനിങ് കൊടുക്കാൻ പറ്റാത്ത ഒരു ഡിഫിക്കൽറ്റി, അതിനകത്ത് കുറച്ചൊക്കെ ആംബിഗ്വിറ്റി നിലനിൽക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പിന്നെ അസംഷൻസ് ബിഹൈൻഡ് പോസിറ്റിവിസ്റ്റ് പാരഡിയം. ഇപ്പൊ പോസിറ്റിവിസ്റ്റ് പാരഡിയം നമുക്ക് ഒരു 500 വർഷം മുമ്പ് അല്ലെങ്കിൽ 100 വർഷം മുമ്പുള്ള പോസിറ്റിവിസ്റ്റ് പാരഡിയം ആയിരിക്കില്ല നമുക്ക് ഇന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ അസംഷൻസ്, നിങ്ങൾ പോസിറ്റിവിസ്റ്റ് സൈക്കോളജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പഠിച്ചിട്ട് ആരെങ്കിലും പോസിറ്റീവ് സൈക്കോളജിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? ആരും വായിച്ചിട്ടില്ലേ? എന്നാ വായിക്കണം കേട്ടോ, നല്ലതാ. ഓക്കെ.
അപ്പം പറ്റുന്നുണ്ടെങ്കിൽ ഒരു അസോസിയേഷൻ, ന്യൂസിലാൻഡ് അസോസിയേഷൻ ഫോർ പോസിറ്റീവ് സൈക്കോളജി, അതിൽ ജോയിൻ ചെയ്യുക. യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് വെബിനാർസ് ഓൺലൈൻ ആൻഡ് ലിറ്ററേച്ചർ. ഓക്കെ. അപ്പൊ ഇതൊക്കെ ഈ അസംഷൻസ്, പോസിറ്റിവിസ്റ്റ് ആയിട്ടുള്ള പാരഡൈംസിന്റെ അസംഷൻസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എംപിരിക്കൽ ഒബ്സർവേഷൻസ്, ഇതൊക്കെ അതിനകത്ത് കാരണമാക്കുന്നുണ്ട്. പിന്നെ നോളേജ് ജനറേഷൻ, ഒരു പോസിറ്റിവിസ്റ്റ് പാരഡൈംത്തിനകത്ത് എങ്ങനെ ഒരു നോളേജ് ജനറേറ്റ് ചെയ്യാം. ആ നോളേജ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ കുറെ കൂടെ സയന്റിഫിക് ആണ്. പോസിറ്റിവിസ്റ്റിക് പാരഡൈംത്തിനകത്ത് കുറെ കൂടെ സയന്റിഫിക്സ്. എന്താ സയന്റിഫിക് ആകണമെന്നതിന്റെ കാരണം? സയന്റിഫിക് ആകുന്നതുകൊണ്ട് എന്താ മെച്ചം? അത് ട്രൂ നോളജ് ആയിരിക്കും. ട്രൂ നോളേജ് എന്നുള്ളതിനെ കുറിച്ച് ട്രൂ നോളജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ദർ ഇസ് നോ ട്രൂ നോളജ്. ഏതിൽ നോക്കിയാലും ദർ ഇസ് നോ ട്രൂ നോളജ്. ശങ്കരൻ പറഞ്ഞില്ലേ എന്ത്? ഈ കാണുന്നതെല്ലാം മായയാണെന്ന്. ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഈസ് എൻ ഇല്യൂഷൻ പറഞ്ഞില്ലേ? ട്രൂ നോളജ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അത് നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് നമ്മുടെ ലൗകിക ജീവിതത്തിനകത്ത് നമുക്ക് ട്രൂ നോളജ് പറയാം. പക്ഷെ മോർ ദാൻ ദാറ്റ്, ആക്യുറസി ഓഫ് ദ നോളജ്, ഈ ആക്യുറസി ഓഫ് ദ നോളജ് ആൻഡ് പ്രൊഡക്റ്റീവ് നോളജ്, ആക്യുറേറ്റ് നോളജ് ആൻഡ് പ്രൊഡക്റ്റീവ് നോളജ്, അത് തന്നെയാണ് നമ്മൾ നേരത്തെ പോസിറ്റിവിസ്റ്റ് പാരഡൈം എന്ന് പറഞ്ഞത്. അപ്പൊ ആ സാധനത്തിലേക്ക് നമുക്ക് എന്താ വേണ്ടത്? സയന്റിഫിക് മെത്തഡോളജി കൊണ്ടുവരണം. സയൻസിന്റെ പ്രത്യേകത മാക്സിമം ആക്യുറസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, then we have to discuss the limitations of the positivist paradigm. നിങ്ങൾ ആരെങ്കിലും ഈ യൂണിറ്റുകൾ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നോ? നിങ്ങളുടെ ഈ ലിറ്ററേച്ചർ നിങ്ങൾ ആരെങ്കിലും വായിച്ചിരുന്നോ? വായിച്ചിരുന്നു സർ. വായിച്ചിരുന്നു. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ നോട്ട് ചെയ്ത് വെച്ചായിരുന്നോ? ഇതിലൊരു ടെർമിനോളജി രണ്ടെണ്ണം കണ്ടിരുന്നു സയന്റിഫിക് റിസർച്ചില്. ആന്റിസിഡൻസ് ആൻഡ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സർ. അപ്പൊ അത് ചോദിക്കുന്നത് വിചാരിച്ചിരുന്നു. എങ്ങനെ ഒന്നുകൂടെ പറയൂ. എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ആന്റിസിഡൻസ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ആന്റിസിഡൻസ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിളും ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് കൺഫേം. ആന്റിസിഡൻസ് എന്നുള്ളതിന്റെ മീനിങ് ഒന്ന് നോക്കിയേ. ആന്റിസിഡൻസ് എന്നുള്ളതിന്റെ മലയാളം അർത്ഥം ഒന്ന് സെർച്ച് ചെയ്തേ. ഗൂഗിളിൽ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്തോ? ഞാൻ സെർച്ച് ചെയ്യണോ? നോക്കണ്ടോ? സർ എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ല. ഐ എം സോറി സർ. വെരി ഗുഡ്. അവന്റെ ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുണ്ടാവുമല്ലോ. നോക്കാം സർ, നോക്കാം. A thing that existed before or logically precedes another. അപ്പൊ അത് വേരിയബിൾ ആവുമോ? ഇല്ല, വേരിയബിൾ ആവില്ല. പിന്നെ സബ്സിക്വന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടാമത്തെ ടെർമിനോളജി എന്തായിരുന്നു? സബ്സിക്വൻസോ? കോൺസിക്വൻസ്. കോൺസിക്വൻസ്. എന്താ കോൺസിക്വൻസ്? അത് നോക്ക്. കോൺസിക്വന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് ഓഫ് ദ കണ്ടീഷണൽ പ്രൊപ്പോസിഷൻ. ഇംഗ്ലീഷിന്റെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് സർ. അത് ഇംഗ്ലീഷിൽ കൊടുത്തോട്ടെ. നമുക്ക് റിസർച്ചിന് അകത്ത് വരുന്ന സമയത്ത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ളത് ആഫ്റ്റർ നമ്മൾ ആദ്യം ആന്റിസിഡൻസ് എന്ന് പറയുമ്പോൾ
വിച്ച് ഇസ് പ്രൊസീഡിങ് എന്ന് പറയുമ്പോൾ അപ്പൊ ഇത് ആഫ്റ്റർ ആയിരിക്കും എന്നാണ് ഞാൻ ഡൗട്ട് ചെയ്യുന്നത്, ഗസ് ചെയ്യണേ. ഞാൻ ഇന്നലെ പച്ച മലയാളത്തിൽ പറഞ്ഞു, റിസർച്ച് കോസ് ഇഫക്റ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ് പറഞ്ഞവർക്കുണ്ടോ? യെസ് സർ, യെസ് സർ. അതിന് വേറെ രീതിയിൽ പറഞ്ഞു. ക്ലിയർ? ഓക്കെ സർ, ഓക്കെ. ഓക്കെ. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, യു ആർ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വയം പഠിക്കുക, ലേൺ യുവർ സെൽഫ്. അപ്പം അതുകൊണ്ട് നോളേജ് കൺസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ പറയുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണേ, ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് ഈ എടുക്കുന്ന വിഷയം ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒരു 3 മാസം നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു, എനിക്കതൊരു വിഷയമല്ല. അത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ ലേൺഡാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന്, കാരണം നോളേജ് കൺസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ പറയണേ. നോളേജ് കൺസ്ട്രക്ട് ചെയ്ത് ഞാൻ ട്രാൻസാക്ട് ചെയ്തിട്ട് കാര്യമില്ല മക്കളെ. നിങ്ങൾ വായിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, അത് എന്താണെന്ന് തിരയണം. ഇനി ഈ സാധനങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടണമെന്നില്ല. ഇനിയും പറയുന്നു, ഞാൻ ഈ ക്ലാസ്സിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് കിട്ടാണ്ട്, അതേപോലെ ഡിജിറ്റൽ റിസോഴ്സസ് ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്, ലെസൺസ് ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്, ഓക്കെ, അതൊക്കെ പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ പരിശോധിക്കണം, വായിക്കണം. അപ്പോൾ മാക്സിമം റിസോഴ്സസിൽ നിന്ന് നിങ്ങൾ നോളേജ് അക്യുമുലേറ്റ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ സംശയങ്ങൾ നമുക്കിങ്ങനെ ഉണ്ടാവും. ആ സംശയങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഐ എം ഹാപ്പി. കാരണം ഒരാൾക്ക് എന്താ വേണ്ടേ അത് കൊടുക്കുക. ഇപ്പോൾ ഇത് വയറിന് വലിയ സുഖമില്ലാത്ത ഒരാളാണ്, അയാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ചിക്കൻ ബിരിയാണി കൊടുത്താൽ ശരിയാവുമോ? ഇല്ല. അയാൾക്ക് ആ ലിമിറ്റഡ് ആയിട്ട് ഒരു കഞ്ഞി, ഒരു ചുട്ട പപ്പടം കൊടുത്തു കഴിഞ്ഞാൽ ഹീസ് ഹാപ്പി, ദാറ്റ് ഈസ് റിക്വയർഡ് ഫോർ ഹിം, റൈറ്റ്? നിങ്ങൾക്ക് ഓരോരുത്തരുടെയും നീഡ് വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സ്റ്റൈലിലേക്ക് ഒന്ന് മാറാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിപ്പം തൽക്കാലം ഇവിടെ ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് ഐ എം ഗിവിങ് യു സം ഗൈഡൻസ് ഫോർ ദ റിസർച്ച്. ഈവൻ അടുത്ത വർഷത്തേക്കാണെങ്കിലും ഐ ഷൽ ഗിവ് യു സം ഗൈഡൻസസ്. അതർവൈസ് വെദർ യു ആർ ഫോക്കസിങ് ഓൺ യുവർ എക്സാമിനേഷൻ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്കാണോ ഫോക്കസ് ചെയ്യേണ്ടത്, അതോ മറ്റേ പ്രോബ്ലത്തിലേക്കും അതിൻ്റെ സ്ട്രക്ചറിലേക്കും പോകണോ? എന്താ വേണ്ടേ? നിങ്ങൾക്ക് അടുത്ത ഇയറിലല്ലേ വരുന്നത്? രണ്ടും വേണം സാർ. കാരണം ഞങ്ങൾ കുറച്ച് പേര് സെക്കൻഡ് ഇയർ എന്ന് വെച്ചാൽ സെക്കൻഡ് ഇതിലേക്ക് ആയിട്ടുണ്ട്. ജൂലൈയിൽ എക്സാം എഴുതാതെ ഉള്ള ആൾക്കാരാണ് ഞങ്ങളുടെ കുറച്ച് പേര്. അപ്പോൾ എല്ലാ എക്സാം എഴുതിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് ഡിസർട്ടേഷൻ ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. ഡിസർട്ടേഷൻ ചെയ്യേണ്ട സമയം. ഓക്കെ, അപ്പം ഡിസർട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പം ലിറ്ററേച്ചറും കാര്യങ്ങളും നിങ്ങളിപ്പം ഇതേതാ യൂണിറ്റ്, ഇതിനെന്താ പറയുക, യൂണിറ്റ് 1 ആണ്. ഇൻട്രൊഡക്ഷൻ ടു എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 1 ആണ്. ആ യൂണിറ്റ് 1-നകത്തൊക്കെ എന്തൊക്കെയാണുള്ളത് നോക്കട്ടെ. ഇതൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് തോന്നുന്നു. സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ കോമ്പിനേഷൻ പെർസ്പെക്റ്റീവ്സ് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. അപ്രോച്ചസ് ടു എഡ്യൂക്കേഷണൽ റിസർച്ച് അസംഷൻസ്, സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻസ്. ഓക്കെ, ദാറ്റ് ഈസ് എൻഡിങ്. അപ്പം ഇത് പ്യുവർലി തിയററ്റിക്കൽ ബേസിസ് ആണ്. നിങ്ങൾക്ക് റിസർച്ചിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലിറ്ററേച്ചറാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്ത് അടുത്ത സെഷനിൽ തരാം. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് യു ആർ ഗോയിങ് ടു കണ്ടക്ട് എ റിസർച്ച്, നമുക്ക് ആദ്യം വേണ്ടത് വാട്ട് പ്രോബ്ലം യു എക്സ്പീരിയൻസ്. നിങ്ങൾ
നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളൊരു പ്രോബ്ലം, എഡ്യൂക്കേഷണൽ പ്രോബ്ലം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ചില ടീച്ചേഴ്സിന് കുട്ടികളോടുള്ള മനോഭാവം, അപ്പം നിങ്ങളെ തന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടൊരു ഡിസ്ക്രിമിനേറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ആ ടീച്ചർക്ക് ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ആ ടീച്ചറെ ഇഷ്ടമായിരുന്നില്ല, സബ്ജക്റ്റും ഇഷ്ടമായിരുന്നു. അല്ലെങ്കിൽ എഫിഷ്യൻസി ഓഫ് ദാറ്റ് ടീച്ചർ വളരെ പുവറാണ്. ഇൻഎഫിഷ്യൻറ്റ് ടീച്ചർ ആൻഡ് അക്കാഡമിക് അച്ചീവ്മെൻറ്റ്. അപ്പം ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇത് ഡ്രഗ് അബ്യൂസ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വലിയൊരു പ്രശ്നമാണ് ഡ്രഗ് അബ്യൂസ്. ഡ്രഗ് അബ്യൂസ് ആൻഡ് എഡ്യൂക്കേഷൻ, അതുമായൊരു പ്രോബ്ലം ഏരിയ. അല്ലെങ്കിൽ ഇവാലുവേഷൻ സിസ്റ്റം. ഇവാലുവേഷൻ സിസ്റ്റത്തിനോടുള്ള കുട്ടികളുടെ മനോഭാവം എന്താണ്? അവരത് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ദേഷ്യമാണ്? അല്ലെങ്കിൽ സ്കൂളിങ്ങിനോട് ഉള്ള അല്ലെങ്കിൽ മെത്തഡോളജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തഡോളജി എന്ന് പറയണ ആരും ഉപയോഗിക്കണമെന്നില്ല. അതും ബിഹേവിയറിസ്റ്റ് മെത്തഡോളജിയും തമ്മിൽ ഉണ്ടാകുന്ന അക്കാഡമിക് അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്ന ഡിഫറൻസ്. ഇങ്ങനെ there are several problems. അപ്പോൾ ആ പ്രോബ്ലംസ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് അനുഭവിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായി ആ പ്രശ്നം പഠനത്തിന് വിധേയമാക്കുക. അല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതായത് ഡെസർട്ടേഷൻ സിനോപ്സിസിന് എത്ര രൂപ, ഡെസർട്ടേഷന് എത്ര രൂപ, അല്ലെങ്കിൽ നേരിട്ട് കഫേയിൽ പോയിട്ട് പറഞ്ഞാൽ മതി, എനിക്കേ ഞാൻ MA എഡ്യൂക്കേഷൻ ഇഗ്നോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ, എനിക്കൊരു സാധനം വേണം, ആ പരിസരത്ത് ഏതെങ്കിലും കഫേ ഉണ്ടോ, അവരോട് പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ഏതാ വേണ്ടേ, ഇത് ഇങ്ങനൊരു സാധനം ഉണ്ട് കേട്ടോ, ഇത് മതിയോ, അപ്പോൾ അതിലെ ടോപ്പിക് ആ വേരിയബിളെ മാറ്റി പേരും മാറ്റി സാധനം പ്രിന്റ് ചെയ്ത് കൈ തന്നതൊന്ന് വായിച്ചിട്ട് പൊക്കോളട്ടോ വൈവേക്ക്. സി ദിസ് ഈസ് എ ഹാപ്പനിങ്. നമുക്കൊന്നും അറിയില്ല. അപ്പം അങ്ങനെ ചെയ്യാന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. അതിന് പകരമായിട്ട് നമ്മൾ അനുഭവിച്ച ഒരു പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ നമ്മൾ ടോപ്പിക് ആക്കിയിട്ട് എടുക്കുക. അതർവൈസ് നമ്മുടെ മുമ്പിൽ കുറേ എഡ്യൂക്കേഷണൽ റിസർച്ചുകൾ നടന്നതുണ്ട്. ഡെസർട്ടേഷൻസ് ഒന്നുകിൽ നിങ്ങളുടെ ഇഗ്നോൻ്റെ ലൈബ്രറിയിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലൈബ്രറിയിലോ ജനറൽ ലൈബ്രറിയിലോ കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് വെച്ചാൽ അവിടെ, അല്ലെങ്കിൽ MEd പ്രോഗ്രാം, അല്ലെങ്കിൽ MPhil പ്രോഗ്രാം, PhD പ്രോഗ്രാമൊക്കെ എഡ്യൂക്കേഷൻ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടാവും. അവിടത്തെയൊക്കെ ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പം അത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ഫർദർ എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതും വായിക്കും. അപ്പം ടൈറ്റിൽ വായിച്ചു, പിന്നെ ഫർദർ റിസർച്ചും വായിച്ചു. നിങ്ങൾ അപ്പം ഏകദേശം ഒരു ധാരണ കിട്ടി. അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂക്കേഷണൽ റിസർച്ച് ആ വാരിയബിൾസ് കീവേഡ്സ് ആയിട്ട് നിങ്ങൾ സെർച്ച് എഞ്ചിനിൽ കൊടുക്കുക. സെർച്ച് എഞ്ചിനിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ റിസർച്ച് ടൈറ്റിൽസ് കൊണ്ടുവന്നിരും. ആ റിസർച്ച് ടൈറ്റിൽസ് ഒക്കെ പരിശോധിച്ച് നോക്കുക. അതിൽ ഈ സാധനം കൊള്ളാട്ടോ മനസ്സിലാവും. അപ്പം ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടോപ്പിക് ഫൈനലൈസേഷനാണ്. ഇപ്പോൾ ടോപ്പിക് ഫൈനലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റിസർച്ച് വേറെ നടത്തണം, സെർച്ച് നടത്തണം. എന്നിട്ട് നമുക്ക് അതിൽ ഇത് കൊള്ളാം, ഇത് എനിക്കും തോന്നിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഇത് പഠനവിധേയമാക്കാം. അപ്പോൾ അതിൻ്റെ മാതൃകയിൽ നമ്മുടെ എന്ത് മാറ്റുക, നമ്മുടെ പ്രശ്നത്തിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ പ്രോബ്ലം ഏരിയ ഫിക്സ് ചെയ്യും. അതാകരുത്. ഓക്കെ, അതിൻ്റെ പ്രോബ്ലം ഏരിയ ഫിക്സ് ചെയ്ത് ടോപ്പിക്ക് ഫൈനലൈസ് ചെയ്യാം നമുക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. നിങ്ങൾ ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടാണോ, ഇപ്പോൾ ടീച്ചിങ് അല്ലെങ്കിൽ ലേണിംഗ് ആണ്, അല്ലെങ്കിൽ അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഇവാലുവേഷൻ ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ കരിക്കുലമാണ്, അല്ലെങ്കിൽ അഡൽട്ട് എഡ്യൂക്കേഷൻ, വാട്ട് എവർ ഇറ്റ് മേ ബി, അതിൽ തന്നെ ഒരു 10-20
ടോപ്പിക്കുകൾ നിങ്ങൾ ഉണ്ടാക്കുക. ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിങ്ങൾ തന്നെ ഒന്നും കൂടെ ഒരു പരിശോധന, റിട്രോസ്പെക്ഷൻ നടത്തണം. നാട്ടുകാരോട് ഒരു കാരണവശാലും ചോദിക്കാൻ പോകരുത് കേട്ടോ, ഒരാളോടും ചോദിക്കാൻ പോകരുത്. കാരണം പ്രോബ്ലം നിങ്ങളുടെ. അപ്പോൾ ഒരു 10ഓ 20ഓ ടൈറ്റിൽസ് നമ്മൾ തയ്യാറാക്കിയിട്ട് നമ്മൾ അതിരുന്നിട്ട് ഇങ്ങനെ വായിച്ചു വെക്കുക. അപ്പോൾ നമുക്കൊരു ലോജിക്കൽ ഇൻഡ്യൂഷൻ വരും, ഈ സാധനം ഇത് കൊള്ളാട്ടോ. നമ്മൾ ഈ കല്യാണ സാരി മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസിൽ പോയി. അവരെന്ത് ചെയ്യും? അവരിങ്ങനെ സാരികൾ ഇങ്ങനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഏതാ എടുക്കുക അല്ലേ? നിറയെ സാരികൾ കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാം ഒന്നിനൊന്നും വെച്ച അവസാനം നമ്മൾ കൺഫ്യൂസ്ഡ് ആണ്, ഇതിലിപ്പോൾ ഏതാ എടുക്കേണ്ടത് നിശ്ചയില്ലാണ്ടായി. പക്ഷെ അവസാനം നമുക്കൊരു ഇൻഡ്യൂഷൻ കിട്ടും, ഇത് കൊള്ളാട്ടാ, ഈ സാരി കൊടുത്താൽ നന്നായിരിക്കും കേട്ടാ. അങ്ങനെ നമ്മളൊരു ഫൈനലൈസേഷൻ നടത്തും. ഇൻ ദ സിമിലർ വേ നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം നമ്മുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് എടുക്കും. ഇനി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ജോലി എന്ന് പറയുന്നത് ഇതേ വേരിയബിൾസ് അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ പരിശോധിക്കുക. എന്തിനാ സ്റ്റഡി പരിശോധിക്കുന്നത്? അതിൽ എങ്ങനെയാണ് ടൈറ്റിൽ വന്നിരിക്കുന്നത്, അതിൽ എന്ത് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ ഹൈപ്പോത്തിസിസ് എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ റിസർച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, അതിൽ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് അനുസൃതമായിട്ട് എന്ത് പോപ്പുലേഷൻ ഏതാണ് എടുത്തത്, ആ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സാമ്പിളാണ് അവർ എടുത്തിരിക്കുന്നത്, ആ സാമ്പിൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാമ്പിളിംഗ് ടെക്നിക്സിൻ്റെ ഇതൊക്കെ നമ്മൾ പരിശോധിക്കുക. അതിൽ ഏതായിരിക്കും നമുക്ക് സ്യൂട്ടബിൾ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സർവേ നമ്മൾ സെർച്ച് നമ്മൾ നടത്തുന്നത്. ക്ലിയർ? ദെൻ അടുത്തത് നമ്മൾ നോക്കേണ്ടത് അവർ എന്ത് ടൂളാണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺസ്ട്രക്ട് ചെയ്തേക്കണത്. അത് സ്റ്റാൻഡർഡൈസ്ഡ് ടൂളാണോ ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഇൻവെസ്റ്റിഗേറ്റർ കൺസ്ട്രക്ട് ചെയ്ത് വാലിഡേറ്റ് ചെയ്ത ടൂളാണോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ആ ടൂൾ ഏതാണ്, അത് റിലവൻ്റ് ആണോ നമ്മുടെ സ്റ്റഡീസിന്, ആണെങ്കിൽ അതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതിയാവില്ല. ഇതൊക്കെ ഡിസൈഡ് ചെയ്യാം. ഇനി ആ ടൂള് വെച്ചുകൊണ്ട് ഈ സാമ്പിളിൽ നിന്ന് ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്തു, ഓൺലൈനായിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ, ഈ വക കാര്യങ്ങൾ. ഇനി ഈ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യണം, ക്വാണ്ടിഫൈ ചെയ്ത്, ആ ക്വാണ്ടിഫൈ ചെയ്തിട്ട് അവിടെ എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അനലൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ആണ് അവർ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൗ ദേ ഇൻ്റർപ്രിറ്റ്, എന്താണ് അവരുടെ ഫൈൻഡിങ്സ്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുന്നു. ഈ കാര്യങ്ങൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കാൻ പോകും, ഒരു പുതിയ വീട് നിർമ്മിക്കാൻ പോകും. വീട് നിർമ്മിക്കാൻ പോണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പരിചയമില്ല അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീടുണ്ടാവും. ആ വീട്ടിൽ പോകും, അവരോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് അല്ലേ, അതിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണ്, അതിൻ്റെ എക്സ്റ്റീരിയർ എങ്ങനെയാണ്, അതിൻ്റെ ഓരോന്നിൻ്റെ സ്ക്വയർ ഫീറ്റ് എങ്ങനെയാണ്, അതിൽ ഓരോ സ്ഥലത്തും എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്, എപ്പോഴാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. ആ ഒരു വീട് മാത്രമാവില്ല, പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഹോം ഡിസൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് മാഗസിൻസിൻ്റെ നമ്മൾ അത് പരിശോധിക്കും. അല്ലെങ്കിൽ ഈ ടി വിക്കകത്ത് ഇതേപോലെ വീടുകളെ കുറിച്ചിട്ടുള്ള ഒരു ഫീച്ചർ സീരിയലൊക്കെ വരും, അത് പരിശോധിക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു വീട് കൺസ്ട്രക്ട്, നമ്മുടെ ഭാവനയിലേക്ക് ഒരു സാധനം വരും, അത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റിവ്യൂ ഓഫ് റിലേറ്റഡ് ലിറ്ററേച്ചറും അങ്ങനത്തെ ഒന്നുമില്ല. ആദ്യം വേണ്ടത് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചൊരു ഏകദേശം ധാരണ എത്തുക.
ആ തരത്തിലുള്ള ടോപ്പിക്കുകളെ കുറിച്ച് നടത്തിയിട്ടുള്ള സ്റ്റഡിയുടെ മാതൃകകൾ പരിശോധിച്ച് ബോധ്യപ്പെടുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ യു ഡയറക്റ്റ്ലി സ്റ്റാർട്ട്. ഓക്കെ, ഒരു നിമിഷം വൈകിക്കേണ്ട. ഇന്ന് മുതൽ പ്രോബ്ലം കുറിച്ചിട്ട് നിങ്ങൾ അന്വേഷണം നടത്തുക, നിങ്ങൾ തീരുമാനിക്കുക. ദെൻ അതിൻ്റെ മാതൃകകൾ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് പരിധി കണ്ടുപിടിക്കുക. അതിൻ്റെ റിസർച്ച് ഡിസൈനൊക്കെ രൂപീകരിച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, റൈറ്റ്. ഇനി എൻ്റെ ഒരു സംശയം, നമുക്കിപ്പോൾ ഇവിടെ 5ഉം 5ഉം 10 2 12 പേര് നമുക്ക് ഈ ക്ലാസ്സിലുള്ളൂ. എൻ്റെ ലക്ഷ്മി ടീച്ചർ പറഞ്ഞു 22 പേരുണ്ടെന്ന്, പക്ഷെ 12 പേര് ഇതിനകത്ത് കാണാനുള്ളൂ. അത്രേ ഉള്ളൂ. എന്തായാലും ഇല്ലേ? അതെ സാറേ, ആയിരിക്കില്ല. കൂടുതൽ പേരുണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട് ക്ലാസ്സിൽ കയറാൻ കഴിയാത്തത് കൊണ്ടാവും. അവര് പിന്നെ ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചെത്താനുള്ള സമയം, പിന്നെ അങ്ങനത്തെ പല കാര്യങ്ങൾ അവർക്ക് ഉണ്ടാവുകയും. നമ്മളിപ്പോ ഈ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ജോലി സ്ഥലത്ത് നിന്ന് വരുന്ന സമയത്ത് ബസ്സിലിരുന്ന് നമുക്ക് കിട്ടില്ലേ? അതൊക്കെ കിട്ടും, വേണമെന്ന് ചക്ക പേരിൽ കഴിക്കും. ബട്ട് എനി ഹൗ ദേ ലോസ് ദംസെൽസ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു വിഷയമല്ല, പക്ഷെ നല്ലൊരു വിഷമമുണ്ട്. കാരണം ഈ ക്ലാസ്സിലൊന്നും അവർക്ക് കിട്ടണില്ലല്ലോ, കാരണം റിസർച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. അപ്പം ഇനി അടുത്ത സെഷനിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ നിങ്ങളൊന്ന് വായിച്ചിട്ട് ലിറ്ററേച്ചർ, ഇപ്പം നമ്മളിപ്പം യൂണിറ്റ് 1 അല്ലേ, ആ യൂണിറ്റ് 1 ഒന്ന് നിങ്ങൾ റെഫർ ചെയ്യുക. റെഫർ ചെയ്തിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസുമായിട്ട് വരിക. അല്ലാണ്ട് ഓരോന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിങ്ങൾ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ കുട്ടികളല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഈ രീതിയിൽ തന്നെ പോവുകയായിരിക്കില്ലേ നല്ലത്? ഇനി അതല്ല സ്ട്രാറ്റജി നല്ലത് മാറ്റി പിടിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് ഏതാണോ അഭികാമ്യം, കാരണം യു ആർ ദ കൺസ്യൂമർ. അപ്പോൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരിക്കലും എന്തല്ല, സ്കൂളിലെ കുട്ടികളല്ല സ്പൂൺ ഫീഡിങ്, അതായത് ക്യാപ്സ്യൂളാക്കിയിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂള് അല്ലെ, ഈ ഗൈഡൊക്കെ നോക്കിയിട്ട് നിങ്ങൾ B.Ed പഠിച്ചവർക്കറിയാം, ശിവരാജ് സാറിൻ്റെ പുസ്തകം, ആ പുസ്തകത്തിലുള്ള സാധനങ്ങൾ കാണാപ്പാഠം പഠിക്കുക, പരീക്ഷയ്ക്ക് എഴുതുക. അപ്പോൾ ടീച്ചേഴ്സ് വന്നിട്ട് ആ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് തരിക. അപ്പോൾ ക്യാപ്സ്യൂൾ മേക്കിംഗ് ഇതിനകത്തില്ല, അത് പ്രതീക്ഷിക്കരുത്. സെൽഫ് ലേണിംഗ് ആണ്. അപ്പം നിങ്ങൾ വായിക്കുക, ഫസ്റ്റ് യൂണിറ്റ് റെഫർ ചെയ്യുക. ആ റെഫർ ചെയ്യുമ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് സെർട്ടൻ ടെർമിനോളജി, അതിൻ്റെ അർത്ഥം നോക്കുക. അല്ലെങ്കിൽ അത് തന്നെ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. വിക്കിപീഡിയയിലോ മറ്റും പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടും. അതേപോലെ ഇതിനെ കുറിച്ചിട്ടുള്ള അപ്പോൾ ഒരു പർട്ടിക്കുലർ യൂണിറ്റിലെ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പോൾ മെത്തേഡ്സ് ഓഫ് റിസർച്ചിൻ്റെ പ്രസൻറ്റേഷൻ യൂട്യൂബിലുണ്ട്. അതേപോലെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ ലിറ്ററേച്ചറുകളുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അത് എന്നിട്ടും മനസ്സിലാവില്ല എന്നതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡൗട്ടുമായിട്ട് വരും. ഓക്കെ, അല്ല ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾ സംതൃപ്തിയോടും സന്തോഷത്തോടും കൂടി പോകണമെന്നൊരു ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ ഐ എം സ്പെൻഡിങ് മൈ ടൈം ഫോർ യു ആൻഡ് യു ഷുഡ് ബി ബെനിഫിറ്റഡ് ബൈ ദാറ്റ്. അതിന് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് അത് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൽ വല്ല മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം പറയുക, അല്ലെങ്കിൽ നാളെ വരുന്ന സമയത്ത് നിങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ സാർ, ഇതുപോലെ തന്നെ മതി സാർ, നല്ല ക്ലാസ് ആണ് സാർ. ഒരു കാര്യം സാറ് ഇതിലെ ലൈബ്രറിയില് പറഞ്ഞില്ലേ, MG യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി, അതുപോലെ ഇഗ്നോ ലൈബ്രറിയിൽ നമുക്ക് ഇതിന്റെ വായിച്ചു നോക്കാനായിട്ട് പറ്റുന്ന, അത് നമുക്ക് ഇപ്പൊ നമ്മൾ പുറമെന്ന് ഒരു ഔട്ട്സൈഡർ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് അങ്ങനെ അവർ സമ്മതിക്കോ വായിക്കാനായിട്ട്? നിങ്ങൾക്ക് ID കാർഡ് ഇല്ലേ? ID കാർഡ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ സ്കൂളിലെ ID കാർഡ് ഇല്ലേ? അപ്പൊ നിങ്ങളുടെ റീജിയണൽ ഡയറക്ടറോ അല്ലെങ്കിൽ ഇതിന്റെ കൺസേൺഡ് അതോറിറ്റി ആരാണോ
അവരുടെ അടുത്തുനിന്ന് നിങ്ങളൊരു പെർമിഷൻ ലെറ്റർ കൊണ്ടുപോയിട്ട് സൈൻ ചെയ്യിപ്പിച്ച് പോയിരിക്കാം. അതും ID കാർഡും വെച്ചിട്ട് ചെല്ലാം. ഓക്കെ 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 ഓക്കെ. താങ്ക് യു. മറ്റെന്തെങ്കിലും? മറ്റൊന്നുമില്ല. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്താലോ? പിന്നെ ഒരു Okay, കാര്യം, ആവുന്നതും റൈറ്റ് ടൈമിൽ ജോയിൻ ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, സാറേ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും, അതുകൊണ്ടാണ് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യണത്. ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്നത് അല്ലേ? ഓക്കെ മാക്സിമം ഓക്കെ. നേരത്തെ ചെയ്യാം. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ, എന്നാൽ നമ്മളിപ്പോൾ ഇന്നത്തെ കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ നാളേക്ക് യൂണിറ്റ് 1 കംപ്ലീറ്റ് വായിച്ചിട്ട് അതിൽ പ്രധാനപ്പെട്ട സംശയങ്ങൾ നോട്ട് ചെയ്തിട്ട് വരിക. നാളെ തൊട്ട് യൂണിറ്റ് 1 തീരും. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു. ബൈ. Thank you. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അമ്മ ഇവിടെ അല്ലേ? അമ്മ നോക്ക്. എന്താ ഓഫ് ചെയ്യാൻ പറ്റാത്ത?